മുഖ്തസർ 264 പേജ് 359. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുക യാ മൻ ശറഹ സുദൂറനാ ലിതൽഖീസിൽ ബയാനി ഫീ ഇലാഹിൽ മആനി വനവ്വറ ഖുലൂബനാ ബിലവാമിഇ തബിയാനി മിൻ മതാലിഇൽ മസാനി ونصلي على نبيك محمد المؤيد دلائل إعجازه بأسرار البلاغة وعلى آله وأصحابه المحدثين قصبات السبق في مضمار الفصاحة والبراءة وباعتبار أداته إما مؤكد وهو ما حذفت أداته مثل وهي تمر مر السحاب ومنه نحو قوله والريح تعبث بالغصون وقد جرى ذهب الأصيل على لجئن الماء وباعتبار أي والتشبيه باعتبار أداته തശ്ബീഹ് ആ തശ്ബീഹിന്റെ അദാത്തിനെ ഇഅ്തിബാർ ചെയ്യലുകൊണ്ട് പരിഗണിക്കലുകൊണ്ട് ഇമ്മാ മുഅക്കദുൻ ആകുന്നു വഹുവ ഈ മുഅക്കദ് മാ ഒന്നാണ് ഹുദിഫത്ത് അദാത്തുഹു അതിന്റെ അദാത്തിനെ കളയപ്പെട്ടിട്ടുണ്ട്. മിസ്ലു ഖൗലിഹി തആല അല്ലാഹു തആലാന്റെ ഖൗല് പോലെയാണത്. വഹിയ തമുറു അത് അല്ലാഹുവിന്റെ ഖൗല് പോലെയാണ്. വഹിയ തമുറു മർറ സഹാബ് നംൽ സൂറത്ത് 88-ാമത്തെ ആയത്താണത്. ആയത്തിൽ പെട്ടതാണ്. ആ പർവ്വതം തമുറു നടക്കും മർറ സഹാബ് മേഘം നടക്കുന്നത് പോലെ, മേഘം ചലിക്കുന്നത് പോലെ ചലിക്കുന്ന. അപ്പോ ഐ മിസില മരി സഹാബ് എന്നാണ് അവിടെ മിസില എന്നുള്ള അദാത്തിനെ കളഞ്ഞു. ഒമിന്നു ഐ മിനൽ മുഅക്കദി മുഅക്കദിൽപ്പെട്ടതാണ് മാ ഒന്ന് ഉളീഫൽ മുശബ്ബഹു ബിഹി മാ ഒരു തശ്ബീഹ് മുശബ്ബഹു ബിഹിനെ മുശബ്ബഹിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെട്ട ഒരു തശ്ബീഹ് ബഅദ ഹദിഫിൽ അദാത്തിനെ കളഞ്ഞതിന്റെ ശേഷം. അതും ഏതിൽപ്പെട്ടത് തന്നെയാണ്? മുഅക്കദിൽ പെട്ടതാണ് കേട്ടോ. അതായത് മുശബ്ബഹു ബിഹിനെ മുന്തിക്കുകയും ചെയ്യണം. ഖൗലുഹു ബഅദ ഹദിഫിൽ അദാത്തി അദാത്തിനെ കളഞ്ഞതിന്റെ ശേഷം എന്ത്? മുശബ്ബഹു ബിഹിയെ മുശബ്ബഹിലേക്ക് ഇദാഫത്ത് ചെയ്തു. ഐവ തഖ്ദീമിൽ മുശബ്ബഹി ബിഹി അലൽ മുശബ്ബഹീൻ. മുശബ്ബഹു ബിഹിനെ മുശബ്ബഹിനേക്കാൾ മുന്തിക്കുകയും വേണം. എന്നിട്ട് മുശബ്ബഹു ബിഹിനെ മുശബ്ബഹിലേക്ക് ഇദാഫത്ത് ചെയ്യുക. അപ്പൊ ഇദാഫത്ത് കൊണ്ട് ഇത് മുഅക്കദ് അല്ലാതെയാകുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അവിടെ എന്താണ്? അദാത്തിനെ കളഞ്ഞിട്ടുണ്ട്. അതോടുകൂടെ തന്നെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? മുശബ്ബഹ് ബിഹിനെ മുന്തിച്ചിട്ട് മുശബ്ബഹിലേക്ക് ഇദാഫത്ത് ചെയ്തിട്ടുണ്ട്. അതും ഏതിൽപ്പെട്ടതാണ്? മുഅക്കദിൽ പെട്ടതാണ്. അപ്പോൾ അവിടെ ഈ ഇദാഫത്ത് ചെയ്യലുകൊണ്ട് അത് മുഅക്കദിൽ ഉൾപ്പെടാതിരിക്കുന്നില്ല. ഫഇൻ ഖുൽത നീ ചോദിച്ചാൽ കൈഫ യകൂനു ഹാദാ മിന തശ്ബീഹിൽ മുഅക്കദി ഇത് എങ്ങനെയാണ് മുഅക്കദായ തശ്ബീഹിൽ ഉൾപ്പെടുക? മാ അന്ന തൗജീഹു മുഅക്കദ് എന്ന് പറഞ്ഞാൽ എന്താ? മുഅക്കദിന്റെ ന്യായീകരണം ബി അന്നഹു യുശ്ഇറു ബി ഹസ്ബിൽ ലാഹിരി ലാഹിർ അടിസ്ഥാനത്തിൽ അറിയിക്കും. ബി അന്നൽ മുശബ്ബഹ ഐനുൽ മുശബ്ബഹി ബിഹി മുശബ്ബഹ് ബിഹിന്റെ ഐനാണെന്ന് അറിയിക്കും ലാഹിർ അടിസ്ഥാനത്തിൽ. ലാ യതഅത്താഹുന അത് ഇവിടെ സാധ്യമല്ലല്ലോ ഈ ഇദാഫത്ത് കൊണ്ട്. ഇദാഫത്ത് ചെയ്യുമ്പോൾ
മുശബ്ബഹ് ബിഹിന്റെ ഐനാണെന്ന് അറിയിക്കുകയില്ലല്ലോ. അതാണ് ചോദ്യം. മുഅക്കദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഹിർ അടിസ്ഥാനത്തിൽ മുശബ്ബഹ് ബിഹിന്റെ ഐനാണ്, മുശബ്ബഹ് ബിഹി തന്നെയാണ് എന്നാണ് അറിയിക്കുക. ഈ ഇലാഫത്ത് കൊണ്ട് അത് അറിയിക്കാൻ കഴിയൂലല്ലോ എന്നാണ്. ഐ ഫീമ ഇദാ ഉളീഫൽ മുശബ്ബഹു ബിഹി ഇലൽ മുശബ്ബഹി, മുശബ്ബഹ് ബിഹിയെ മുശബ്ബഹിലേക്ക് ഇലാഫത്ത് ചെയ്താൽ. അതിന് മറുപടി ഖുൽതു തുജ്അലുൽ ഇലാഫത്തു ഫീഹി ബയാനിയ, ഇതിലുള്ള ഇലാഫത്തിനെ ബയാനിയത്താക്കപ്പെടും. വഹിയ തഖ്തദിൽ ഇത്തിഹാദ ഫിൽ മഫൂമി, ഇലാഫത്ത് ബയാനിയത്താവുമ്പോൾ അത് മഫൂമിൽ ഇത്തിഹാദാവലിനെ തേടും, രണ്ടും ഒന്നാവലിനെ അത് ഇഖ്തിദാഇ ചെയ്യും. പിന്നെ അപ്പോൾ അതിൽപ്പെട്ടതാണ്, മുഅക്കദിൽപ്പെട്ടതാണ് മുശബ്ബഹ് ബിഹിയെ മുശബ്ബഹിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടത്. നഹ്വു ശിഅറുൻ വദ്ദീഹു തഅബസു ബിൽ ഖുസൂനി വഖദ് ജറാ ദഹബുൽ നസീലി അലാ ലുജൈനിൽ മാഇ. വദ്ദീഹു കാറ്റാവുന്നത്, തഅബസു ബിൽ ഖുസൂനി അത് കളിക്കുന്നു, വിനോദം നടത്തുന്നു, ബിൽ ഖുസൂനി കൊമ്പുകളെ കൊണ്ട്. ഐ തമീലുഹ ആ കാറ്റുകള് ആ കൊമ്പുകളെ ചരിക്കുന്നു, ചായ്ക്കുന്നു. ഇലൽ അത്റാഫി വൽ ജവാനിബി, കേട്ടോ, പല ഭാഗങ്ങളിലേക്കും, വൽ ജവാനിബി രണ്ടും ഒന്ന് തന്നെ, പല ഭാഗങ്ങളിലേക്കായി ആ കൊമ്പുകളെ ചായ്ക്കുന്നു. ഏത് സ്ഥിതിയിൽ ആ കാറ്റ് തന്നെ വഖദ് ജറാ ദഹബുൽ അസീലി, വൈകുന്നേര സമയത്തിലുള്ള സ്വർണവർണം, വൈകുന്നേര സമയത്തുള്ള സ്വർണത്തിന്റെ വർണ്ണമായ മഞ്ഞക്കളറ് വെളിവായിട്ടുണ്ട്. ദഹബ് എന്ന് പറഞ്ഞാൽ ഇവിടെ മഞ്ഞക്കളറ് എന്നർത്ഥം, അവിടെ ഇസ്തിആറത്താണത്. ദഹബ് കേട്ടോ, അത് സുഫറത്ത്, അത് ഇസ്തിആറത്ത് ചെയ്തതാ. സ്വർണം എന്നല്ല ഇവിടുത്തെ അർത്ഥം, മഞ്ഞക്കളർ എന്ന. ദഹബുൽ അസീല് വൈകുന്നേര സമയത്തിലുള്ള മഞ്ഞക്കളർ വെളിവായിട്ടുണ്ട്. ഹുവ ഈ അസീല് എന്ന് പറഞ്ഞാൽ അൽ വഖ്തു ബഅദൽ അസ്രി ഇലൽ മഗ്രിബി, അസറിന്റെ ശേഷം മഗ്രിബ് വരെ ഉള്ള ടൈമാണ്. യുഅദ്ദു ആ ടൈമിനെ എണ്ണപ്പെടും മിനൽ ഔഖാത്തി ത്വയ്യിബത്തി, നല്ല സമയങ്ങളിലായിട്ട് എണ്ണപ്പെടും. കസ്സഹരി അത്തായ സമയം പോലെ. യൂസഫു ആ സമയത്തിനെ വിശേഷിപ്പിക്കപ്പെടും സുഫർത്തി മഞ്ഞുകൊണ്ട്. കൗലിഹി ശിഅറുൻ വറുബ്ബ നഹാരിൻ ലിൽ ഫിറാഖി അസീലുഹു വവജ്ഹി കിലാ ലൗനൈഹിമാ മുതനസിബൂ എന്ന് പറയും പോലെ, റുബ്ബ നഹാരിൻ ലിൽ ഫിറാഖി, ഫിറാഖിലുള്ള എത്ര പകലുകളാണ്. അസീലുഹു ആ പകലിന്റെ വൈകുന്നേര സമയമാകുന്നത്, വവജ്ഹി എന്റെ മുഖവുമാകുന്നത്, കിലാ ലൗനൈഹിമാ അത് രണ്ടിന്റെയും രണ്ട് നിറവും, ആ പകലിന്റെ നിറം. അതുപോലെ തന്നെ ഹസീലുഹു എന്ന് പറഞ്ഞാൽ ആ പകലിന്റെ വൈകുന്നേര സമയം, വജിഹി എന്റെ മുഖവും.
കിലാ ലൗനൈഹിമ, അത് രണ്ടിൻ്റെയും ആ അസീലിൻ്റെയും എൻ്റെ മുഖത്തിൻ്റെയും രണ്ടിൻ്റെയും നിറം. ഇമാന്ന് പറഞ്ഞാൽ എമീറൊന്ന് അസീലിലേക്കൊന്ന് വജിഹിലേക്കും. അസീലുഹു ആ പകലിൻ്റെ അസീല് വൈകുന്നേര സമയം, ഓ വജിഹി എൻ്റെ മുഖവും, കിലാലൗനൈഹിമ അത് രണ്ടിൻ്റെയും രണ്ട് നിറവും. ഇമാന്റെ റമീർ ഒന്ന് അസീലിലേക്ക് ഒന്ന് വജിഹിലേക്ക്. മുത്തനാസിബു സുഫുറത്തിൽ യോജിപ്പാണ്. അപ്പോൾ അസീല് എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞക്കളറുള്ള ടൈം എന്ന് ഇത് മനസ്സിലായി. ഫദഹബുൽ അസീല് എന്ന് പറഞ്ഞാൽ സുഫുറത്തുഹു, ആ അസീലിന്റെ സുഫുറത്താണ്, മഞ്ഞക്കളറാണ്. എത്തരത്തിൽ ഫീഹി, സൂര്യന്റെ രശ്മികൾ അതിൽ ഉണ്ടാകും. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഷുആഉ ശംസിനാണ് ഈ ദഹബിനെ ഇസ്തിആറത്ത് ചെയ്തത്. സൂര്യന്റെ ഷുആ, ആ ഷുആ ആണ് കാരണമായിട്ടാണ് മഞ്ഞക്കളർ ഉണ്ടാകുന്നത്. എത്തരത്തിൽ ശംസിന്റെ ഷുആ അതിലുണ്ട്. അത് വെളിവായിട്ടുണ്ട്. അലാ ലുജൈനിൽ മായി, വെള്ളി പോലെയുള്ള വെള്ളത്തിന്റെ മേൽ എന്താണ്. അപ്പോ മാഇനെ ലുജൈനി, വെള്ളിയോട് തശ്ബീഹാക്കി, വെള്ളം വെള്ളി പോലെയാണ്. എന്നിട്ട് മുശബ്ബഹ് ബിഹിയായ ലുജൈനിനെ മുന്തിച്ചിട്ട് ആ ലുജൈനിനെ അൽമായി എന്ന മുശബ്ബഹിലേക്ക് ഇലാഫത്ത് ചെയ്തു. അപ്പോൾ അലാ ലുജൈനിൽ മായി ഇലാഫത്ത് ബയാനിയത്തും ആക്കണം. വെള്ളി വെള്ളം, ഇത് മുഅക്കദിൽ പെട്ടതാണ്. അപ്പൊ വെള്ളം വെള്ളിയാണ് എന്ന് മനസ്സിലാക്കാലോ. അവിടെ മുശബ്ബഹിന്റെ ഐന് തന്നെയാണ്. ഐ മാ, അവിടെ വെള്ളത്തിന്റെ വെള്ളി എന്ന് വെക്കരുത്. ലാമിന്റെ മാനാക്കളുടെ ഇലാഫത്തും എന്നൊന്നും വെക്കരുത്, ഇലാഫത്ത് ബയാനി ആക്കണം. ഐ മാഇൻ കല്ലുജൈനി അയ്യൽ ഫില്ലത്തി ഫിസ്സഫായി വൽ ബയാലി, തെളിവിലും വെളുപ്പിലും. ഫഹാദിഹി തശ്ബീഹു മുഅക്കദുൻ, ഈ തശ്ബീഹ് ഫഹാദ തശ്ബീഹു അല്ല ഫഹാദ തശ്ബീഹുൻ മുഅക്കദുൻ, ഇത് മുഅക്കദായ തശ്ബീഹാണ്. ഹാദാ തശ്ബീഹുൻ മുഅക്കദുൻ കേട്ടോ. അതെങ്ങനെ? ഇവിടെ മുശബ്ബഹിനെ മുശബ്ബഹിന്റെ ഐനാക്കി ഇലാഫത്ത് ബയാനിയത്താക്കണം. അതാണ് പറഞ്ഞത്. ഇലാഫത്ത് കൊണ്ട് ഇത് മുഅക്കദ് അല്ലാതെ ആകുന്നില്ല, ഇലാഫത്ത് ബയാനിയാക്കിയാൽ മതി. ഇനി ഒമിനന്നാസി, മനുഷ്യന്മാരിലുണ്ട്, ചിലര് ലം യുമയ്യിസ് ബൈന ലുജൈനിൽ കലാമി വ ലജീനിഹി. ഇവിടെ അലാ ലുജൈനിൽ മാഇ എന്നാണല്ലോ പറഞ്ഞത്. ബൈന ലുജൈനിൽ കലാമി വ ലജീനിഹി, അതായത് ഇവിടെ ലുജൈനുൽ കലാം എന്ന് പറയാനുള്ള കാരണം ജയ്യിദുൽ കലാമിനക്ക് ഇസ്തിആറത്ത് വാങ്ങിയതാണ് ലുജൈനുൽ കലാം. അതായത് ജയ്യിദിന്റെ മായനയാണ്. ബൈന ലുജൈനിൽ കലാമി എന്ന് പറഞ്ഞാൽ ബൈന ജയ്യിദിൽ കലാമി ഓ ലജീനിഹി. ലജീനുൽ കലാം എന്ന് പറഞ്ഞാൽ റദീഉൽ കലാം. അപ്പോൾ ജയ്യിദിന് ഇസ്തിആറത്ത് വായ്പ വാങ്ങി ലുജൈനിനെ, റദീഇന് ഇസ്തിആറത്ത് ചെയ്തു ലജീനിനെ. അങ്ങനെയാണ് ഇവിടെ. എന്താണ് അതിന്റെ അർത്ഥം? ബൈന ലുജൈനിൽ കലാമി വ ലജീനിഹി, കലാമിൽ നിന്നുള്ള നല്ലതിൻ്റെയും വ ലജീനിഹി, ആ കലാമിൽ നിന്നുള്ള മോശത്തിൻ്റെയും താഴ്ന്നതിൻ്റെയും ഇടയിൽ അവർ വേർതിരിച്ചില്ല. അവർക്ക് മനസ്സിലായില്ല. കലാമിൽ നിന്നുള്ള നല്ലത്, കലാമിൽ നിന്ന് താഴ്ന്നത്. ലുജൈനിനെ ജയ്യിദിന് ഇസ്തിആറത്ത് ചെയ്തതാണ്, ലജീദിനെ റദീഇന് ഇസ്തിആറത്ത് ചെയ്തതാണ്. അതായത് വലം യഅരിഫ്, അവര് മനസ്സിലാക്കിയിട്ടില്ല ഹിജാനഹു മിൻ ഹജീലിഹി, ആ കലാമിൽ നിന്ന് നല്ലതിനെ മിൻ ഹജീനിഹി, ആ കലാമിൽ നിന്ന് താഴ്ന്നതിൽ നിന്ന് മനസ്സിലാക്കിയില്ല. ഹിജാന് നല്ലത്, ഹജീന്
മോശമായത് താഴ്ന്നത്. അവർക്ക് തിരിഞ്ഞില്ല. അതായത് ലുജൈനും ലജീനും തമ്മിൽ തിരിഞ്ഞില്ല എന്ന് വെച്ചാൽ ഹിജാനും ഹജീനും തമ്മിൽ മനസ്സിലായില്ല. അങ്ങനെ ഹത്താ ദഹബ ബഅ്ലുഹും, അവരിൽ നിന്ന് ചിലര് പോയി, ഇലാ അന്നൽ ലുജൈന, ഈ ബൈത്തിലുള്ള അലാ ലുജൈനിൽ മാഇ എന്ന ലുജൈന് ഇന്നമാ ഹുവ ബിഫത്ഹിൽ ലാമി, അത് ലാമിന് ഫത്തഹ് കൊണ്ടും കസിരിൽ ജീമി, ജീമിന് കസുർ കൊണ്ടും അലാ ലജീനിൽ മാഇ എന്നാണ് എന്നതിലേക്ക് ചിലര് പോയി. യഈനി, എന്നിട്ട് അവർ അർത്ഥം വെച്ചു. എന്ത്? യഈനി അൽ വറക്ക, ഇല, ഇല, ഇല കേട്ടോ. ലജീൻ എന്ന് പറഞ്ഞാൽ ഇല. സംഗതി ലജീൻ എന്ന് പറഞ്ഞാൽ ഇലയാണ്. അതാണ് ഇവിടെ ലജീനുൽ കലാമ്, ഇലന്റെ മാനാക്കുള്ള ലഫ്ലായ ലജീനിനെ റദീനിക്ക് ഇസ്തിആറത്ത് ചെയ്തു എന്ന് പറഞ്ഞത്. യഈനി അൽ വറക്ക, ഇലയാണ്. അല്ലതി, അങ്ങനത്തെ ഇല, യസ്കുത്തു മിന ഷജരി, മരത്തിൽ നിന്ന് വീണു പോകുന്ന ഇല എന്നവർ അർത്ഥം വെച്ചു. എന്നിട്ട് എങ്ങനെ? അലാ ലജീനിൽ മാഇ, അപ്പൊ എന്താവും അർത്ഥം? ഇര പോലെയുള്ള വെള്ളം എന്നാവും അർത്ഥം. അലാ ലുജൈനിൽ മാഇ എന്ന് പറഞ്ഞാൽ അലാ ലജീനിൽ മാഇ എന്ന് അർത്ഥം മുറിച്ചിട്ട് ഇല പോലെയുള്ള അർത്ഥം, അല്ല ഇല പോലെയുള്ള വെള്ളം എന്നർത്ഥം വെച്ചു. പിന്നെ അപ്പൊ എന്താവും അർത്ഥം? ഇല പോലെയുള്ള വെള്ളത്തിന്റെ മേൽ, ഇല പോലെയുള്ള വെള്ളത്തിന്റെ മേൽ ദഹബുൽ അസീല് വലിവായി നാവും, അല്ലേ? ലജീദിന് ഇല എന്നാണ് അർത്ഥം. ആ ഇലയോട് വെള്ളത്തിനെ തശ്ബീഹാക്കിയിട്ട് ഇല പോലെയുള്ള വെള്ളം. അപ്പൊ ഇല പോലെയുള്ള വെള്ളത്തിന്റെ മേൽ ദഹബുൽ അസീല് വെളിവായി എന്ന് പറഞ്ഞതിൽ ഒരു അർത്ഥവും ഇല്ല. അപ്പോ അർത്ഥം എങ്ങനെയാവും? വഖദ് ജറാ ദഹബുൽ അസീനി, വൈകുന്നേര സമയത്തിലുള്ള മഞ്ഞക്കളറ് വെളിവായി, അലാ വജിഹിൽ മായി, വെള്ളത്തിന്റെ മേൽഭാഗത്തിന്റെ മേൽ. എങ്ങനത്തെ വെള്ളത്തിന്റെ മേൽഭാഗം? അശബീഹി ബിൽ വറക്കി സാഖത്തി മിന ഷജരി, മരത്തിൽ നിന്ന് വീണതായ വെള്ള ഇലയോട് തശ്ബീഹാക്കിയതായ വെള്ളം നാവും. ആ തശ്ബീഹിനൊരു അർത്ഥവും ഇല്ല. പിന്നെ അടുത്തത് വഖദ് ശബ്ബഹ ബിഹി, എന്നിട്ട് കണ്ടോ, ആ വറക്കിനോട് തശ്ബീഹാക്കി വജിഹൽ മായി, വെള്ളത്തിന്റെ ഉപരിഭാഗത്തെ. ഓ ബഅ്ലുഹും, അവരിൽ നിന്ന് ചിലര് പോയിട്ടുണ്ട് എന്തിലേക്ക്? ഇല അന്നൽ അസീല, ദഹബുൽ അസീലി എന്ന അസീല്, വൈകുന്നേര സമയം എന്നാണ് നമ്മൾ അർത്ഥം വെച്ചത്. ആ അസീല് ഉവ ഷജറു, ഒരു മരമാണ്. അല്ലത്, എങ്ങനത്തെ മരം? ലഹു, ആ മരത്തിനുണ്ട് അസുലുൻ വ ഇറുക്കുൻ, വേരുമുണ്ട്, ഒരു അടിഭാഗവുമുണ്ട്, തടിയുമുണ്ട്. അങ്ങനെയുള്ള മരം. വദഹബുഹു, അപ്പോൾ അസീലിന് മരം, വേരും അസുലുമുള്ള മരം. വദഹബുഹു, ആ അസീലിന്റെ ദഹബ് എന്ന് പറഞ്ഞാൽ എന്താ? വറക്കുഹു, അതിന്റെ ഇല. അപ്പോ അസുലും ഇറുക്കുമുള്ള മരത്തിന്റെ ഇല എന്നാകും. അവര് ലുജൈനിൽ മാഇന്റെ അവിടെ പ്രശ്നം ഇല്ല. അവർക്ക് വെള്ളി വെള്ളം എന്നാണ് അർത്ഥം. വെള്ളിയോടാണ് തശ്ബീഹാക്കിയത്. ആദ്യം പറഞ്ഞവരാണ് ഇലയോട് തശ്ബീഹാക്കിയത്. എന്ത് ഇല? ലജീന് ഇത് വായിച്ചിട്ട് മരത്തിൽ നിന്ന് വീഴുന്ന ഇല. അതിനിപ്പോ ബറക്കത്തൊന്നുമില്ലല്ലോ. മരത്തിൽ നിന്ന് വീഴുന്ന ഇലയോട് തശ്ബീഹാക്കിയ വെള്ളം, ആ വെള്ളത്തിന്റെ മേലില് ദഹബുൽ അസീല് വെളിവായി എന്നാണ് ആദ്യത്തെ അർത്ഥം. അവിടെ ദഹബുൽ അസീലിന് പ്രശ്നമില്ല. ലുജൈനിൽ മാ എന്നുള്ളോർത്താണ് ആദ്യത്തവരുടെ പ്രശ്നം. അവര് പ്രശ്നമാക്കിയത് അവിടെയാണ്. ഇവര് പോകുന്നതോ അസീൽ എന്ന് പറഞ്ഞാൽ ഉവ ഷജറു, ഒരു മരമാണ്. അല്ലതി അസ്ലും വ ഇറുക്കും ഉണ്ട്. വദഹബുഹു, ആ അസീലിന്റെ ദഹബ് എന്നാൽ
വറക്കുഹു അതിന്റെ ഇലയാണ് അല്ലതി എങ്ങനത്തെ ഇല ഇസ്ഫറ അത് മഞ്ഞ വർണ്ണത്തിലായിട്ടുണ്ട്. അപ്പൊ മഞ്ഞ വർണ്ണത്തിലുള്ള ഇല. നേരത്തെ ലജീലിനാണ് ഇല എന്നർത്ഥം, ഇവിടെ ഇപ്പോ ദഹബിനാണ് ഇല. എങ്ങനെ അത് മഞ്ഞ വർണ്ണത്തിലായി? ബി ബർദിൽ ഖരീഫി, ഖരീഫ് ഏമന്തകാലത്തുള്ള തണുപ്പ് കൊണ്ട്. ഏമന്തകാലം എന്ന് പറഞ്ഞാൽ ഉഷ്ണകാലത്തിന്റെയും ശൈത്യകാലത്തിന്റെയും ഇടയിലുള്ളൊരു ടൈം. തുലാം, വൃശ്ചികം, ധനു മാസങ്ങളിലാണത് ഈ ഖരീഫ് ഉണ്ടാവുക. ഏമന്തകാലത്തുള്ള തണുപ്പ് കൊണ്ട് മഞ്ഞവർണ്ണമായിട്ടുണ്ട്. എന്നിട്ട് സക്കത്ത മിൻഹു ആ മരത്തിൽ നിന്നത് വീണുപോയിട്ടുണ്ട്. അലാ വജുഹിൽ മാഹി വെള്ളത്തിന്റെ ഉപരിഭാഗത്തിന്റെ മേൽ. അത് മരത്തിന്റെ മഞ്ഞവർണ്ണത്തിനാലുള്ള ഇല അത് വക്കത്ത് ജറാത് ലാഹിറായി എന്ന് പറഞ്ഞാൽ സക്കത്ത വീണുപോയി വെള്ളത്തിന്റെ മേൽ എന്താണ് അവരർത്ഥം വെക്കും കേട്ടോ. ഓ ഫസാദു ഹാദൈനിൽ വജിഹൈനി അല്ലേ? ഓ ഫസാദു ഹാദൈനിൽ വജിഹൈനി, ഈ രണ്ട് വജഹിന്റെ ഫസാദ് വലിയും അനിൽ ബയാനി, അത് ബയാനിനെ തൊട്ട് ആവശ്യം ഇല്ലാത്തതാണ്. അതാ ഒന്നാമത്തത് എന്താണ്? റസൂക്ക് നോക്ക്, കൗലുഹു വനിയും അനിൽ ബയാനി അമ്മല്ലവലു. ഒന്നാമത്തത് ഫലി അന്നഹു ലാ മഅനാലി തശ്ബീഹി വജിഹിൽ മായി, വെള്ളത്തിന്റെ മുകൾ ഭാഗത്തെ തശ്ബീഹാക്കലിനക്ക് മഅനയില്ല. ബി മുത്ലഖിൽ വറക്കി അസ്സാഖിത്തി മിന ശജരി, മരത്തിൽ നിന്ന് വീണതായ ഇലയോട്, അതൊരു അർത്ഥമല്ല. പിന്നെ രണ്ടാമത്തത് എന്താ അർത്ഥം വെച്ചത്? ദഹബുൽ അസീലിന്റെ അവിടെയാണ് അവിടെ പ്രസ്താക്കിയത്. അത് ഫലിയന്നഹു ലഖ്തിസാസലിൽ വറക്കിൽ മുസ്ഫദി ബി ബറദിൽ ഖരീഫി ബി ഷജരില്ലദി ലഹു അസ്ലും വ ഇർഖുൻ, വേരും തടിയുമുള്ള മരം കൊണ്ട് ഖരീഫായ തണുപ്പ്, ഖരീഫ് കാലത്തെ തണുപ്പ് കൊണ്ട് മഞ്ഞവർണ്ണമുള്ള ഇലക്ക് ഒരു പ്രത്യേകത ഒന്നുമില്ല. റഹബുൽ അസീൽ എന്ന് പറഞ്ഞാൽ അവരെന്താ അർത്ഥം വെച്ചത്? ഇറുക്കും തടിയും വേരുമുള്ള മരത്തിന്റെ മഞ്ഞവർണ്ണത്തിന്റെ ഇല. മഞ്ഞവർണ്ണത്തിന്റെ ഇലയെ ഇപ്പോൾ ഈ എന്തിനോട്, ഈ ഷജറിനോട് തശ്ബീഹാക്കുന്നതിൽ ഒരു ഇഖ്തിസാസും ഇല്ല. ഫലാ വജ്ഹ ലി ഇളാഫത്തി ദഹബി ലിൽ അസീലി, ദഹബിനെ അസീലിലേക്ക് ഇളാഫത്ത് ചെയ്യുന്നതിന് ഒരു ന്യായീകരണവും ഇല്ല. ഇളാഫത്തിനും വേണം ഒരു ന്യായീകരണം. എന്തോടുകൂടെ? അലാ അന്ന ഇത്ലാഖൽ അസീലി അല ഷജരി, അസീലിനെ ഷജറിന്റെ മേൽ പറയല് ഗൈറു മഅറൂഫിൻ ലുഗത്തൻ വ ഉറുഫൻ, ലുഗത്തിലും ഉറുഫിലും അത് മഅറൂഫല്ല. അപ്പോൾ ഈ രണ്ട് വജ്ഹിന്റെ ഫസാദ് വലിയും അനിൽ ബയാനി. ഔ മുർസലുൻ, അല്ലെങ്കിൽ മുർസലാണ്. അത്ഫുൻ അലാ ഇമ്മാ മുഅക്കദുൻ ബിഇത്തിബാരി അദാത്തിഹി ഇമ്മാ മുഅക്കദുൻ ഔ മുർസലുൻ, അല്ലെങ്കിൽ മുർസലാണ്. വഹുവ മുർസൽ എന്ന് പറഞ്ഞാൽ ബിഖിലാഫിഹി, മുഅക്കദിന്റെ എതിരിനോട് ബന്ധിച്ചതാണ്. ഐമാ ഒന്നാണ് ദുഃഖിറ അദാത്തുഹു, അതിന്റെ അദാത്തിനെ പറയപ്പെട്ടു. ഫസാറ മുർസലൻ മിന തൈക്കീദി, അപ്പോൾ അതെന്തായി? തൈക്കീദിനെ തൊട്ട് അഴിക്കപ്പെട്ടതായി. എങ്ങനത്തെ തൈക്കീദാണ്? അൽ മുസ്തഫാദി മിൻ അദ്ഫിൽ അദാത്തി, അദാത്തിനെ കളയുന്നതിനാൽ നേടിയെടുത്തതായ തൈക്കീദ്, ആ തൈക്കീദിനെ തൊട്ട് അഴിക്കപ്പെട്ടതായി. എങ്ങനത്തെ അത് അദാത്തിനെ കളയല്? അൽ മുശ്ഇരി, ആ ഹദ്ഫുൽ അദാത്ത് അറിയിക്കും. ബി ഹസ്ബിൽ ലാഹിരി, ലാഹിർ അനുസരിച്ച്. ബി അന്നൽ മുശബ്ബഹ ഐനുൽ മുശബ്ബഹി ബിഹി ആണെന്ന് അറിയിക്കും. കമാ മർറ, കഴിഞ്ഞു പോയതുപോലെ. മിനൽ അംസിലത്തിൽ മദ്കൂറത്തി ഫീഹ,
മിനൽ അംസലത്തിൽ മദ്കൂറത്തി പറയപ്പെട്ട മിസാലുകൾ ഫിഹ ആ മിസാലുകളിലുണ്ട് അദാത്തു തശ്ബീഹ് ഉണ്ട്. അപ്പൊ മുർസലിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ചുരുക്കം. പിന്നെ വത്തശ്ബീഹു തശ്ബീഹാവുന്നത് ഇത്തിബാരിൽ ഖറദിനെ ഇത്തിബാർ ചെയ്യലുണ്ട്. നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഖറദ് മുസബ്ബഹിലേക്ക് മടങ്ങും, മുസബ്ബഹ് ബിഹിയിലേക്കും മടങ്ങും. തശ്ബീഹിന്റെ ഖറദ് ഇല്ലേ 341 മുതൽ നോക്കിയാൽ അത് മനസ്സിലാവും. വൽ ഖറദു മിന്നു ഫിൽ അഗ്ലബി യഊദു ഇലൽ മുസബ്ബഹി. പേജ് 341 അത് പറഞ്ഞത്. തശ്ബീഹിന്റെ ഖറദ് അഗ്ലബിലും മുസബ്ബഹിലേക്കാണ് മടങ്ങുക. വഹുവ ബയാനു ഇംകാനിഹി മുസബ്ബഹിന്റെ ഇംകാനിനെ ബയാൻ ചെയ്യല്, ഔ ഹാലിഹി മുസബ്ബഹിന്റെ ഹാലിനെ ബയാൻ ചെയ്യല് എന്ന് പറഞ്ഞു. അതുപോലെ 7 വിഷയം അവിടെ പറഞ്ഞിട്ടുണ്ടാവും. മിഖ്താരിഹ ഹാലിന്റെ അളവിനെ ബയാൻ ചെയ്യല്, ഔ തക്രീറുഹ മുസബ്ബഹിനെ ഒന്ന് സാമീന്റെ ദിഹിനിൽ ഉറപ്പിച്ചു നിർത്തല്, അതും ഒരു ഉറലാണ്. ഔ തസ്ഈലുഹു മുസബ്ബഹിനെ ഒന്ന് ഭംഗിയാക്കി പ്രകടിപ്പിക്കൽ, ഔ തശ്ബീഹുഹു മുസബ്ബഹിനെ മോശമാക്കി കാണിക്കൽ, ഔസ്തിത്റാഫു മുസബ്ബഹ് ഒരു പുതുമയുള്ളതാണെന്ന് അറിയിക്കൽ. ഇങ്ങനെ 7 കാര്യം അവിടെ പറഞ്ഞു മുസബ്ബഹിലേക്ക് മടങ്ങുന്നത്. അതുപോലെ തന്നെ മുസബ്ബഹിലേക്ക് മടങ്ങുന്ന ഖറദുകളും ഉണ്ട്. ഏതായാലും ആവട്ടെ, ഖറദിന്റെ അടിസ്ഥാനത്തിൽ ഖറദിനെ ഇഅ്തിബാർ ചെയ്യലുകൊണ്ട് തശ്ബീഹ് ഇമ്മാ മഖ്ബൂലാണ്. ഏതാണ് ഈ മഖ്ബൂല്? വഹുവ മഖ്ബൂല് എന്ന് പറഞ്ഞാൽ അൽ വാഫി ബി ഇഫാദത്തിഹി, ആ ഖറദിനെ ഫായിദ വെപ്പിക്കൽ കൊണ്ട് പൂർത്തിയാക്കി വീട്ടുന്നതാ, അതാണ് മഖ്ബൂല്. ഖറദിനെ അതാണല്ലോ മുസബ്ബഹി തശ്ബീഹിനാണല്ലോ ഖറദ്. അധിക സമയത്തും മുസബ്ബഹിലേക്കാണ് അതിന്റെ മടക്കം, മുസബ്ബഹ് ബിഹിയിലേക്കും ഉണ്ട്. അപ്പോ ഖറദിനെ ഇഫാദത്ത് ചെയ്യലുകൊണ്ട് പൂർത്തിയാക്കി വീട്ടുന്ന തശ്ബീഹ് ഏതാണോ അതാണ് മഖ്ബൂല്. കായക്കൂനൽ മുസബ്ബഹു ബിഹി, മുസബ്ബഹു ബിഹി ആകും പോലെ അറഫ ശൈഇൻ ബി വജ്ഹി ശബഹി. ശൈഇ എന്ന് പറഞ്ഞാൽ ഇവിടെ മുസബ്ബഹ് ബി എന്ന ആ 2 തർഫേ ഉള്ളൂ. അതിന് ജിൻസാക്കി പറഞ്ഞതാണ്. ഒരു ശൈഇൽ നിന്ന് ഏറ്റവും അറിയപ്പെട്ടതാകുക വജഹു ശബഹു ഉണ്ട്. അതായത് മുസബ്ബഹ് ബിഹി ആവുക അറഫ ശൈഇൻ, ഏതൊരു ശൈഇൽ നിന്ന് ഏറ്റവും അറിയപ്പെട്ടതാകുക വജഹു ശബഹു ഉണ്ട്. ഏതൊരു ശൈഇ എന്ന് പറഞ്ഞാൽ ഏത് ശൈഇ ആയിക്കോട്ടെ, ഏറ്റവും വജഹു ശബഹു കൊണ്ട് അറിയപ്പെട്ടത് മുസബ്ബഹ് ബിഹി ആവുക, കൂടുതൽ അറിയപ്പെട്ടത് മുസബ്ബഹ് ബിഹി ആവുക. എന്തിനേക്കാൾ? മുസബ്ബഹിനേക്കാൾ. അപ്പൊ അറഫത്ത് തർഫൈനി എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇവിടെ ആമാക്കി പറഞ്ഞു എന്ന് മാത്രം, പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. അറഫ ശൈഇൻ, ഏതൊരു ശൈഇൽ നിന്നും അറഫ ശൈഇ എന്ന് പറഞ്ഞാൽ മുസബ്ബഹിനേക്കാളും മുസബ്ബഹ് അല്ലാത്തതിനേക്കാളും മുസബ്ബഹ് ബിഹി കൊണ്ട് അറിയപ്പെട്ടത് എന്നാവും. അങ്ങനെ ആയിക്കോട്ടെ. നമ്മളെ മഖ്സൂദ് ഇവിടെ 2 ഉള്ളൂ, മുസബ്ബഹും മുസബ്ബഹ് ബിഹിയും. അപ്പൊ മുസബ്ബഹിനേക്കാൾ മുസബ്ബഹ് ബിഹി വജ്ഹു ശബഹ് കൊണ്ട് അറിയപ്പെട്ടതാവുക. അത് എവിടെയാണത് അറിയപ്പെടേണ്ടത്? ഫി ബയാനിൽ ഹാലി, ഹാലിനെ ബയാൻ ചെയ്യുന്നോടത്ത്, മുസബ്ബഹിന്റെ ഹാലിനെ ബയാൻ ചെയ്യുന്നോടത്ത്. അതായത് മുസബ്ബഹിന്റെ ഹാല് സാമിഇന് മജ്ഹൂലാണ്. അപ്പോൾ പിന്നെ മുസബ്ബഹ് ബിഹിന്റെ ഹാല് എന്താവണം? വജ്ഹു ശബഹ് കൊണ്ട് മഅറൂഫ് ആവണം. ആർക്ക്? സാമിഇന്. അപ്പോഴേ ഇവിടെ മുസബ്ബഹിന്റെ ഹാല് അവന് മനസ്സിലാവുള്ളൂ. 2 വസ്ത്രമുണ്ട്, ഒരു വസ്ത്രത്തിന്റെ ഹാൽ അവൻ അറിയൂല. മറ്റേ വസ്ത്രത്തിന്റെ, സെയ്ദിന്റെ വസ്ത്രം, അമ്രിന്റെ വസ്ത്രം, സെയ്ദിന്റെ വസ്ത്രത്തിന്റെ ഹാല് സാമീന് അറിയൂല. അപ്പോൾ അത് അറിയിച്ചു കൊടുക്കണം. അമ്രിന്റെ വസ്ത്രത്തിന്റെ ഹാൽ അവനിക്ക് അറിയാം. അപ്പോൾ
സെയ്ദിന്റെ വസ്ത്രത്തിന് അമ്രിന്റെ വസ്ത്രത്തിനോട് തശ്ബീഹാക്കണം. തശ്ബീഹാക്കിയെങ്കിലേ സെയ്ദിന്റെ വസ്ത്രത്തിന്റെ ഹാലുവിനെ അറിയുള്ളൂ. അപ്പോൾ അവർക്ക് എന്താവണം? അമ്രിന്റെ വസ്ത്രത്തിന്റെ ഹാല് വജുഹു ശബ് കൊണ്ട് മഅറൂഫാവണം. അപ്പോൾ സെയ്ദിന്റെ വസ്ത്രമാകുന്നത് അമ്രിന്റെ വസ്ത്രം പോലെയാണ് ഫിസ്സവാദി, കറുപ്പിൽ അല്ലെങ്കിൽ ചുമപ്പിൽ. അപ്പൊ ഈ സവാദു ഹുംറത്ത് അതാണ് വജുഹു ശബ്. അത് ഏറ്റവും മുശബ്ബഹു ബിഹിയേക്കാൾ മുശബ്ബഹിൽ അറിയപ്പെട്ടതാവണം. അതാണ് അപ്പോൾ അവിടെ തശ്ബീഹ് മുശബ്ബഹിലേക്ക് മടങ്ങുള്ളൂ. ഈ തശ്ബീഹിന്റെ എന്താണ്? മുശബ്ബഹിന്റെ ഹാലിനെ ബയാൻ ചെയ്യലാണ്. മുശബ്ബഹിന്റെ ഹാലിനെ ബയാൻ ചെയ്തു കൊടുക്കുന്നത് ആർക്കാണ്? മുശബ്ബഹിന്റെ ഹാല് അറിയാത്തവനിക്ക്. മുശബ്ബഹിന്റെ ഹാല് അറിയാത്തവനിക്ക് മുശബ്ബഹിന്റെ ഹാലിനെ ബയാൻ ചെയ്തു കൊടുക്കണമെങ്കിൽ മുശബ്ബഹിന്റെ ഹാല് അവന്റെ അടുക്കൽ മഅറൂഫാവണം. അതാണ് പറഞ്ഞത് കേട്ടോ. അതാണ് വറുദിനെ ഫായിദപ്പിക്കലുകൊണ്ട് പൂർത്തിയാക്കി വീട്ടുന്നത് മഖ്ബൂലാണ്. കയ്യക്കൂരൽ മുശബ്ബഹു ബിഹി അഅറഫ ഷൈഇൻ, മറ്റെല്ലാ ഷൈഇനേക്കാളും മുശബ്ബഹു ബിഹി എന്താണ് അറിയപ്പെട്ടതാവുക വജുഹു ശബ്ബ് കൊണ്ട്. അത് ഫി ബയാനിൽ ഹാലി, ഹാലിനെ ബയാൻ ചെയ്യുന്നതിൽ അങ്ങനെയാണ്. ഔ കയ്യക്കൂനൽ മുശബ്ബഹു ബിഹി, അല്ലെങ്കിൽ മുശബ്ബഹു ബിഹി ആകും പോലെ അത്തമ്മ ഷൈഇൻ ഫീഹി, എല്ലാ വസ്തുവിനേക്കാളും വജുഹു ശബ്ബിൽ ഏറ്റവും പൂർത്തിയായതാവുക. എല്ലാ വസ്തുവിനേക്കാളും എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ആവശ്യം ഇവിടെ മുശബ്ബഹിനേക്കാൾ മുശബ്ബഹു ബിഹി വജുഹു ശബ്ബിൽ പൂർണ്ണമായതാണ് എന്ന് കിട്ടിയാൽ മതി. അത് ഫി ഇൽഹാഖിൻ നാഖിസി ബിൽ കാമിലി, നാഖിസിനെ കാമിലിനോട് ചേർക്കുന്നതിന്. അത് ആ തക്രീറില് മുശബ്ബഹിനെ സാമീന്റെ ഹൃദയത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നോടത്ത് ഔ തക്രീറുഹ എന്ന് പറഞ്ഞല്ലോ, 4ാമത്തെ ഖുറദ് പേജ് 341 മുതൽ നോക്കിയാൽ മനസ്സിലാവാം. വൽ ഖുറദു മിന്നു ഫിൽ അഖലബി യഊദു ഇലൽ മുശബ്ബഹി വഹുവ ബയാനു ഇംകാനിഹി ഔ ഹാലിഹി ഔ മിഖ്ദാരിഹി ഔ തക്രീറുഹ. ഈ തക്രീറുള്ളോടത്ത് മുശബ്ബഹിന്റെ ഹാലിനെ സാമീന്റെ ദിഹിനിൽ ഉറപ്പിച്ചു നിർത്തുന്നോടത്ത് അവിടെ മുശബ്ബഹു ബിഹി എന്താവണം? മുശബ്ബഹിനേക്കാൾ വജുഹു ശബ്ബിൽ അത്തമ്മും അഅറഫുമാവണം. അത്തമ്മും അഅറഫുമായോടത്ത് അത്തമ്മ മാത്രം പറഞ്ഞാൽ മതി. ഇല്ലാക്കി നാഖിസ് ബിൽ കാമിലി, നാഖിസിനെ കാമിലിനോട് ചേർക്കുന്നതിൽ കേട്ടോ, ചേർക്കുന്നതിൽ എന്താണ് അത്തമ്മാവുക? അതായത് അവിടെ മുശബ്ബഹു ബിഹി എന്താവണം? വജുഹു ശബ്ബിൽ പൂർണ്ണമായതാവണം. ഈ തക്രീർ മുശബ്ബഹിനെ ഉറപ്പിച്ച് നിർത്തുന്നോടത്ത് വജുഹു ശബ്ബിൽ മുശബ്ബഹു ബി അത്തമ്മ ആവുക തന്നെ വേണം. അവിടെ തക്രീറിന് സാധിക്കുകയുള്ളൂ. എല്ലാ സ്ഥലത്തും മുശബ്ബഹു ബിഹി അത്തമ്മ ആവണം. അത് ലാഹിറിൽ ആയാ മതി കേട്ടോ. പിന്നെ നാഖിസിനെ കാമിലിനോട് ചേർക്കുന്നത് അത് ഏത് തശ്ബീഹിലും എന്ത് വേണം? മുശബ്ബഹു ബിഹി കാമിലാവണം, മറ്റേത് നാഖിസുമാവണം. പക്ഷെ അതെല്ലാം ഈ സാമിന്റെ അടുക്കൽ ആയാൽ മതി. അതേ സമയത്ത് തക്രീറുള്ളോടത്ത് എന്തു തന്നെ വേണം? മുശബ്ബഹു ബിഹി എല്ലാവരുടെ അടുക്കലും ഹഖീഖത്തിൽ കാമിലാവണം. അല്ലാതെ ഈ തക്രീറുള്ളോടത്ത് മാത്രം മുശബ്ബഹു ബിഹി കാമിലായാൽ പോരാ. തശ്ബീഹ് എവിടെ ആക്കുന്നുവോ അവിടെയെല്ലാം മുശബ്ബഹു ബിഹി കാമിലാവണം, മുശബ്ബഹു നാഖിസുമാവണം. എന്നാലേ തശ്ബീഹ് പറ്റുള്ളൂ. അതെല്ലാം പിന്നെ തക്ദീറിലോ തഹ്ഖീഖിലോ രണ്ടും ആവാം. ഈ തക്രീർ ആവശ്യമുള്ളോടത്ത് ഹഖീഖത്തിൽ തന്നെ എന്താവണം? മുശബ്ബഹു ബിഹി കാമിലാവണം. ഔ കയ്യകൂനൽ മുശബ്ബഹു ബിഹി, അല്ലെങ്കിൽ മുശബ്ബഹു ബിഹി ആകും പോലെ മുസല്ലമൽ ഹുക്മി ഫീഹി വജുഹി ഐ ഫീ വജുഹി ശബഹിൽ ഹുക്മു സമ്മതിക്കപ്പെട്ടതാണ്. അതായത് മഅറൂഫഹു
ഹുക്മ അറിയപ്പെട്ടതാണ് മുഖാത്തബിന്റെ അടുക്കൽ. അത് ഫി ബയാനിൽ ഇംഖാനിനെ ബയാൻ ചെയ്യുന്നതിൽ. മുശബ്ബഹ് ഫഇൻ തഫക്കിൽ അനാമ ഫഅന്ത മിൻഹും എന്ന് പറഞ്ഞല്ലോ അവിടെ. അതൊക്കെ 341 നോക്കിയാൽ മനസ്സിലാവും. ഫഇന്നൽ മിസ്ക 341 അല്ലേ? 341 എടുക്ക്, അവിടെ മനസ്സിലാവും. 341 പിന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ബൈത്ത്, ഫഇൻ തഫക്കിൽ അനാമ വഅന്ത മിൻഹും ഫഇന്നൽ മിസ്ക ബഅദു ദമിൽ ഗസാലി. കണ്ടോ, മിസ്ക് എന്നുള്ളത് മാനിന്റെ രക്തത്തിൽ നിന്ന് ചിലതാണ് എന്നവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ മറ്റുള്ള ദമിനേക്കാൾ കസ്തൂരിക്ക് സ്ഥാനമുണ്ട്, അത് ഉയർന്ന രക്തമാണ്, ഉയർന്നതാണ് എന്നുള്ളത് മശഹൂറാണ്. അതുപോലെ നെയ്യും മശഹൂറാണെന്നാണ് ആ ബൈത്തിൽ പറഞ്ഞതിന്റെ ലക്ഷ്യം. അപ്പൊ ഇംഖാനിനെ ബയാൻ ചെയ്യുന്നിടത്ത് അത് പേജ് 341 നോക്കുക. അവിടെ എല്ലാം എന്താണ് വർദ്ധിത ഫായിദ ലഭിക്കലുകൊണ്ട് പൂർത്തിയാക്കി വീട്ടുന്നതാണ്. അതാണ് മഖ്ബൂല്. ഔ മർദൂദും, മറ്റൊന്ന് മർദൂദാണ്. അത്ഫുൻ അലാ മഖ്ബൂലുൻ, മഖ്ബൂലിന്റെ മേൽ അത്ഫാണ്. വഹുവ ബിഖിലാഫി, ഈ മഖ്ബൂല് അല്ല ഈ മർദൂദ് മഖ്ബൂലിന്റെ എതിരിനോട് ബന്ധിച്ചതാണ്. ഐമാ ഒന്നാണ്. യക്കൂന് കാസിറൻ അൻ ഇഫാദത്തിൽ ഖുർദി, അത് ഖുർദിനെ ഫായിദ ലഭിക്കലിനെ തൊട്ട് ചുരുങ്ങിയതാകും. അതെങ്ങനെ ബി അല്ലാ യക്കൂന അലാ ഷർത്തിൽ മഖ്ബൂലി, അത് മഖ്ബൂലിന്റെ ഷർത്തിന്റെ മേൽ ആവാതിരിക്കലുകൊണ്ട്. കമാ സബഖ ദിക്റുഹു, ആ മർദൂദിനെ പറയൽ മുൻകടന്നതുപോലെ. എവിടെയാണത് പറഞ്ഞത്? പേജ് 336 നോക്കിയാൽ കാണാം. എന്ത്? വഅലം അന്നഹു ഖദ് യുൻദസഉ വജ്ഹു ശബഹി മിൻ മുതഅദ്ദിദിൻ ഫയഖഉൽ ഖതഉ. അപ്പൊ മുതഅദ്ദിദിൽ നിന്ന് വജ്ഹു ശബഹിനെ പിടിച്ചെടുക്കുമ്പോൾ ഖതഅ സംഭവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പേജ് 336. അതൊക്കെ മർദൂദിൽ പെട്ടതാണ്. ഇൻഷാ അല്ലാഹ്. മുഖ്തസർ 265 പേജ് 360. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുക യാ മൻ ശറഹ സുദൂറനാ ലിതൽഖീസിൽ ബയാനി ഫീ ഇലാഹിൽ മആനി വനവ്വറ ഖുലൂബനാ ബിലവാമിഇത് തിബയാനി മിൻ മത്താലിഇൽ മസാനി വനുസല്ലി അലാ നബിയിക മുഹമ്മദിനിൽ മുഅയ്യദി ദലായിലു ഇജാസിഹി ബിഅസ്റാരിൽ ബലാഗത്തി وعلى آله وأصحابه المحدثين قصبات السبق في مضمار الفصاحة والبراعة. خاتمة في تقسيم التشبيه بحسب القوة والضعف في المبالغة باعتبار ذكر الأركان وتركها. قد سبق أن الأركان 4 والمشبه به مذكور قطعا، فالمشبه إما مذكور أو محذوف، وعلى التقديرين فوجه الشبه إما مذكور أو محذوف، وعلى التقادير فالأداة إما مذكورة أو محذوفة تصير 8. ഖാത്തിമത്തുൻ ഇതൊരു അവസാനമാണ്. എന്തിലുള്ള ഖാത്തിമത്ത്? ഫീ തഖ്സീമി തശ്ബീഹി, തശ്ബീഹിനെ ഖിസ്മത്താക്കുന്നതിലുള്ള ഒരു ഖാത്തിമത്ത്, തശ്ബീഹിനെ വഹരി ചെയ്യുന്നതിലുള്ള ഒരു ഖാത്തിമത്ത്. ബിഹസ്ബിൽ ഖുവ്വത്തി വൽളുഅഫി ഫിൽ മുബാലഗത്തി, തശ്ബീഹിന്റെ മുബാലഗത്തിലുള്ള ഖുവ്വത്ത് ളുഅഫിന്റെ തോതനുസരിച്ച് തശ്ബീഹിനെ ഖിസ്മത്താക്കുന്നതിലുള്ള ഒരു ഖാത്തിമ. മുബാലഗത്തിലുള്ള ഖുവ്വത്ത് ളുഅഫിന്റെ തോതനുസരിച്ച് തശ്ബീഹിനെ തഖ്സീമാക്കുക. അതെങ്ങനെ? ഈ മുബാലഗത്തിലുള്ള ഖുവ്വത്ത് ളുഅഫിന്റെ തോതനുസരിച്ച് തശ്ബീഹിനെ തഖ്സീമാക്കൽ പല വിധത്തിൽ ഉണ്ടെങ്കിലും ഇവിടെ പറയുന്നത് ബിഇത്തിബാരി ദിക്രിൽ അർക്കാനി വതർക്കിഹ ആണ്. അർക്കാനിനെ മുഴുവനും പറയലിനെ കണക്കിലെടുക്കലുകൊണ്ടും
അർക്കാനിൽ നിന്ന് ചിലതിനെ ഒഴിവാക്കലിനെ കണക്കിലെടുക്കലുകൊണ്ടും തസ്ബീഹിനെ തക്സീമാക്കുക. അപ്പോൾ മുബാലകത്തിലുള്ള ഖുവ്വത്ത് ളുഅഫിന്റെ തോതനുസരിച്ച് തസ്ബീഹിനെ തക്സീമാക്കൽ പല വിധത്തിലും ഉണ്ട്. ഇവിടെ പറയുന്നത് അർക്കാനിനെ മുഴുവനെ പറയുന്ന കണക്കിലെടുക്കൽ കൊണ്ടും ഒത്തെറുക്കിഹ അർക്കാനിൽ നിന്ന് ചിലതിനെ ഒഴിവാക്കലിനെ കണക്കിലെടുക്കൽ കൊണ്ടുമുള്ള തക്സീമാണ്. ഒത്തെറുക്കിഹ എന്ന് പറഞ്ഞാൽ അർക്കാനിൽ നിന്ന് ചിലതിനെ തെറുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ അർക്കാനിനെയും ഒഴിവാക്കിയാൽ തസ്ബീഹ് ഉണ്ടാകൂലല്ലോ. ഈ ചിലതിനെ തെറുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് മുസബ്ബഹിനെ കളയൽ, അല്ലെങ്കിൽ വജുഹുസ്സബഹിനെ കളയൽ, അല്ലെങ്കിൽ ലദാത്തിനെയും കളയൽ, അല്ലെങ്കിൽ മൂന്നും ഒരുമിച്ച് കളയൽ. അസദുൻ എന്ന് പറഞ്ഞു. സെയ്ദ് ആരാണടാ എന്ന് ചോദിച്ചപ്പോൾ അസദുൻ, അവൻ നരിയാണ്. അപ്പൊ അവിടെ എന്തൊക്കെ കളഞ്ഞു? മുസബ്ബഹ് ബിഹി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ അദാത്തു തശ്ബീഹിനെ കളഞ്ഞു, മുസബ്ബഹിനെ കളഞ്ഞു, പിന്നെ വജുഹുസ്സബഹിനെയും കളഞ്ഞു. വഫീ ജവാബി കൈഫ സയ്യിദുൻ ഖുൽ ദനീഫ്. അപ്പൊ കൈഫ സയ്യിദുൻ, സയ്യിദിന്റെ അവസ്ഥ എന്താണ് എന്നുള്ള ചോദ്യത്തിന് അസദുൻ. കണ്ടോ? അപ്പോൾ അവിടെ മുസബ്ബഹിനെ കളഞ്ഞു, പിന്നെ അദാത്തു തശ്ബീഹിനെ കളഞ്ഞു, വജുഹുസ്സബഹിനെയും കളഞ്ഞു. മൂന്നും കളയാം. ഇനി അതൊക്കെ പറയുന്നുണ്ട്. ഇതാ കത് സബക്ക, മുമ്പ് കഴിഞ്ഞു പോയി. എന്താ കഴിഞ്ഞു പോയത്? അന്നൽ അർക്കാന അർബഅത്തുൻ, അർക്കാന് 4 എന്ന വിഷയം മുമ്പ് കഴിഞ്ഞു പോയി അല്ലേ? മുസബ്ബഹ്, മുസബ്ബഹ് ബിഹി, അദാത്തു തശ്ബീഹ്, പിന്നെ വജുഹുസ്സബഹ്. വൽ മുസബ്ബഹു ബിഹി മദ്കൂറുൻ ഖത്അൻ, മുസബ്ബഹ് ബിഹി ഖത്അൻ അത് മദ്കൂറാണ്, പറയപ്പെടുന്നതാണ്. മുസബ്ബഹ് ബിഹിയെ എന്താകാൻ പറ്റൂല, കളയാൻ പറ്റൂല. ഈ ഭാഗം ദുസൂക്കി ഒന്ന് നോക്കൽ നല്ലതാണ്. ശുർഹു തൽഖീസ് 3-ാം ജുസ് 470-ാം പേജിൽ ഖൗലുഹു മദ്കൂറുൻ ഖത്അൻ എന്ന് പറഞ്ഞുകൊടുത്ത് ഇൻ ഖീല പറയപ്പെട്ടാൽ ഹദ്ഫുൽ മുസബ്ബഹു ബിഹി ജായിസുൻ ആണല്ലോ. കമാ ഫീ ഖൗലിക സയ്യിദുൻ എന്ന് പറഞ്ഞു. ഫീ ജവാബി ഖൗലിൽ ഖായിലി, ഖായിലിന്റെ ഖൗലിന്റെ ജവാബിൽ എന്താണ്? മൻ യശ്ബഹുൽ അസദ, ആരാണ് അസദിനോട് തശ്ബീഹാവുന്നത് എന്ന് ചോദ്യത്തിൽ സയ്യിദുൻ സയ്യിദാണ് എന്ന് പറഞ്ഞാൽ ഫഇന്നഹു തശ്ബീഹുൻ ഖത്അൻ, ഇത് മഅനാഹു യശ്ബഹുൽ അസദ സയ്യിദുൻ എന്നല്ലേ. ഫഖദ് ജാസ ഹദ്ഫുൽ മുസബ്ബഹു ബിഹിനെ കളയൽ അവിടെ ജായിസായല്ലോ. ഫലം തൻഹസിറുൽ മറാത്തിബു ഫി സമാനിയത്തി, അപ്പൊ തശ്ബീഹിന്റെ പദവികൾ 8 മുൻഹസിർ അല്ലല്ലോ. ബൽ ഹിയ 16 ആണല്ലോ, 16 ആണല്ലോ എന്ന് ചോദിച്ചാൽ ഖുൽതു ഞാൻ പറയാം ലൈസ ഹാദാ തശ്ബീഹൻ, അത് തശ്ബീഹല്ല. ഇത് ലം യുഖ്സദ് ബയാനുസ്തിറാഖിഹിമ, അസദിനോട് തുല്യമാകുന്നവർ ആരാണ് എന്ന ചോദ്യത്തിൽ സയ്യിദുൻ എന്ന് മറുപടി പറയൽ, ആ പറയുന്ന ആള് രണ്ടിനെയും രണ്ടും മുസ്തറക്കാകലിനെ ബയാൻ ചെയ്യലിനെ കരുതിയിട്ടില്ല. ഫി അവന്റെ ഒരു കാര്യത്തിൽ വൽക്കസദ, ഈ മറുപടി പറയുന്ന ആള്, ഈ സാമി കരുതിയത് എന്തിനാണ്? ബയാനൽ ഫാഇലി ജവാബൻ ലിസ്സാഇലി, സായിലിന് ജവാബായിട്ട് ഫായിലിനെ ബയാൻ ചെയ്യലിനെയാണ് കരുതിയത്. ആരാണ് അസദിനോട് തുല്യമാകുന്നവൻ എന്ന് ചോദ്യത്തിന് മറുപടി പറയുന്ന ആള് സയ്യിദുൻ എന്ന് മറുപടി പറയുമ്പോൾ, ഈ മറുപടി പറയുന്ന സാമി
സെയ്ദും അസദും വല്ല വിഷയത്തിലും മുസ്തറക്കാണ് എന്ന് അവൻ അവിടെ കസ്ദ് ചെയ്യുന്നില്ല. കസ്ദ് ചെയ്തെങ്കിലേ തശ്ബീഹാവുള്ളൂ. അവൻ ഇവിടെ ഈ മന്നിന് മറുപടി പറയാൻ അത് സെയ്ദാണ് എന്ന് ഫായിലിനെ ബയാൻ ചെയ്യല് അവന്റെ കസ്ദ്. ഇനി വലൗ സുല്ലിമ, ഇനി അവിടെ തശ്ബീഹ് ഉണ്ടെന്ന് സമ്മതിച്ചാൽ തന്നെ ഫൽ കലാമു, നമ്മുടെ കലാമു ഫി തശ്ബീഹിൽ ബുലഗായി, ബുലഗായിന്റെ തശ്ബീഹില. ഇത് ഒരു തശ്ബീഹിന്റെ കലാമാണ്. സെയ്ദുൻ എന്ന മറുപടി അതിൽ തശ്ബീഹുണ്ടെന്ന് മുദ്ദഇക്ക് സമ്മതിച്ചു കൊടുത്താൽ ബുലഗായിന്റെ തശ്ബീഹിൽ ഇങ്ങനെ വന്നിട്ടില്ല. വലം വരിദ് മിസ്ലുഹു ഫിഹാൻ കേട്ടോ. കാലുഹു അബ്ദുൽ ഹക്കീം, ദസൂഖി 3,470. അപ്പൊ മുശബ്ബഹു ബിഹി മദ്കൂറുൻ ഖത്അൻ എന്നാ പറഞ്ഞത്. പിന്നെ ഫൽ മുശബ്ബഹു, അപ്പോൾ മുശബ്ബഹു ഇമ്മാ മദ്കൂറുൻ ഔ മഹ്ദൂഫുൻ. മുശബ്ബഹു ഒന്നുകിൽ മദ്കൂറാണ് അല്ലെങ്കിൽ മഹ്ദൂഫാണ്. വഅല തഖ്ദീറൈനി, ഈ രണ്ട് സങ്കല്പപ്രകാരം ഫവജുഹു ശബഹി ഇമ്മാ മദ്കൂറുൻ ഔ മഹ്ദൂഫുൻ ആണ്. അപ്പോൾ മുശബ്ബഹ് മദ്കൂർ ആവുമ്പോൾ തന്നെ വജുഹു ശബഹ് മദ്കൂറാവാം, മഹ്ദൂഫാകാം. ഇവ രണ്ടെണ്ണായല്ലോ. ഇനി മുശബ്ബഹ് മഹ്ദൂഫാവുമ്പോൾ തന്നെ വജുഹു ശബഹ് മദ്കൂറും ആവാം, മഹ്ദൂഫാവാം. അവ നാലെണ്ണമായി. അതാണ് വഅല തഖ്ദീറൈനി ഫവജുഹു ശബഹി ഇമ്മാ മദ്കൂറുൻ ഔ മഹ്ദൂഫുൻ. അപ്പൊ 4 സൂറത്ത് കിട്ടി. ഇനി ഈ 4 സൂറത്തിലും നോക്ക്, വഅല തഖാദീരി, ഈ 4 സങ്കല്പപ്രകാരവും ഫല്ലദാത്തു ഇമ്മാ മദ്കൂറത്തുൻ ഔ മഹ്ദൂഫത്തുമാണ്. അപ്പോൾ 4 2 8 ആയി. 8 രൂപം കിട്ടും. അതായത് മുശബ്ബഹ് മദ്കൂറ്, വജുഹു ശബഹ് മദ്കൂറ്, അദാത്തു മദ്കൂറത്ത് 1, സെയ്ദുൻ കൽ അസദി ഫി ശജാഅത്തി, എല്ലാം ഉണ്ട് അവിടെ. ഈ രണ്ടാമത്തത് എന്താണ്? മുശബ്ബഹ് മഹ്ദൂഫ്, വജുഹു ശബഹ് മദ്കൂറ്, അദാത്തു മദ്കൂറത്ത്, കൽ അസദി ഫി ശജാഅത്തി. അവിടെ മുശബ്ബഹിനെ പറഞ്ഞിട്ടില്ല. ഇത് രണ്ടും ഒരു മർത്തബയിലാണ്. മുശബ്ബഹിനെ പറയലും പറയാതിരിക്കലും സമമാണ്. ഇനി മൂന്നാമത്തത് മുശബ്ബഹ് മദ്കൂറ്, വജുഹു ശബഹ് മഹ്ദൂഫ്, അദാത്തു മഹ്ദൂഫത്ത്, സെയ്ദുൻ അസദുൻ. കണ്ടോ, സെയ്ദ് അസദാണ്. അവിടെ മുശബ്ബഹ് മദ്കൂറാണ്, വജുഹു ശബഹ് മഹ്ദൂഫാണ്, അദാത്തു മഹ്ദൂഫാണ്, സെയ്ദുൻ അസദുൻ. നാലാമത്തത് മുശബ്ബഹ് മഹ്ദൂഫ്, വജുഹു ശബഹ് മഹ്ദൂഫ്, അദാത്ത് മഹ്ദൂഫ്, അസദുൻ എന്ന് മാത്രം പറയാം. അസദുൻ മാത്രം പറയുക കേട്ടോ. 5 മുശബ്ബഹ് മദ്കൂറ്, വജുഹു ശബഹ് മദ്കൂറ്, അദാത്ത് മഹ്ദൂഫത്ത്, സെയ്ദുൻ അസദുൻ ഫി ശജാഅത്തി, സെയ്ദുൻ അസദുൻ ഫി ശജാഅത്തി, അദാത്തിന്റെ അവിടെ കളഞ്ഞിട്ടുള്ളൂ. 6 മുശബ്ബഹ് മഹ്ദൂഫ്, വജുഹു ശബഹ് മദ്കൂറ്, അദാത്ത് മഹ്ദൂഫത്ത്, അസദുൻ ഫി ശജാഅത്തി. 7 മുശബ്ബഹ് മദ്കൂറ്, വജുഹു ശബഹ് മഹ്ദൂഫ്, അദാത്ത് മദ്കൂറത്ത്, സെയ്ദുൻ കൽ അസദി. 8 മുശബ്ബഹ് മഹ്ദൂഫ്, വജുഹു ശബഹ് മഹ്ദൂഫ്, അദാത്ത് മദ്കൂറത്ത്, കൽ അസദീൻ. ഇങ്ങനെ 8 സൂറത്തുണ്ട്. അപ്പോ വഅല തഖാദീരി ഫൽ അദാത്തു, ഈ 4 തഖ്ദീർ പ്രകാരവും അദാത്ത് ഇമ്മാ മദ്കൂറത്താണ് ഔ മഹ്ദൂഫത്താണ്, ഫതസീറു സമാനിയത്തൻ. അപ്പൊ 8 സൂറത്താവും. വഅല മറാത്തിബി തശ്ബീഹി, തശ്ബീഹിന്റെ പദവികളിൽ നിന്ന് ഏറ്റവും ഉയർന്നത് ഫി ഖുവ്വത്തിൽ മുബാലഗത്തി, മുബാലഗത്തിന്റെ ഖുവ്വത്തിൽ, തശ്ബീഹിലുള്ള കടുപ്പത്തിന്റെ ശക്തിയിൽ, തശ്ബീഹിലുള്ള കടുപ്പത്തിന്റെ ശക്തിയിൽ തശ്ബീഹിന്റെ പദവികളിൽ നിന്ന് ഏറ്റവും ഉയർന്നത് ഇദാ കാന ഇഖ്തിലാഫുൽ മറാത്തിബി, പദവികളുടെ വ്യത്യാസം ഉണ്ടായാൽ, വ തഅദ്ദുദുഹ, ആ പദവികളുടെ തഅദ്ദുദും ഉണ്ടായാൽ, പദവികളുടെ ആ തഅദ്ദുദ് പലതരമുള്ള മർത്തബാദർത്ഥം,
അതിന്റെ എണ്ണവും ഉണ്ടായാൽ ബിഇത്തിബാരി ദിക്രി അർക്കാനിഹി തശ്ബീഹിന്റെ അർക്കാനിനെ പറയുന്ന കണക്കിലെടുക്കൽ കൊണ്ട് ഉണ്ടായാൽ, കണക്കിലെടുക്കൽ കൊണ്ടുള്ള ഇഖ്തിലാഫ് ഉണ്ടായാൽ, ഇദാകാന ഇഖ്തിലാഫുൽ മറാത്തിബി തശ്ബീഹിന്റെ പദവികളിലുള്ള വ്യത്യാസങ്ങൾ ആയാൽ വതഅദ്ദുദുഹ ആ പദവികളുടെ എണ്ണവും എണ്ണത്തിലുള്ള വ്യത്യാസവും, ഇദാകാന ഇഖ്തിലാഫു മറാത്തിബി തശ്ബീഹിന്റെ പദവികളിലുള്ള വ്യത്യാസങ്ങൾ, പദവികളിൽ വ്യത്യാസം ഉണ്ടാവും, ആ വ്യത്യാസം ആയാൽ വതഅദ്ദുദുഹ ആ പദവികളുടെ തഅദ്ദുദും ആയാൽ, അതിന്റെ എണ്ണവും ആയാൽ, എങ്ങനെ ആയാൽ? പദവികൾ പല എണ്ണങ്ങളാകാനുള്ള കാരണം ഒരു പദവിയല്ല, പലതരം പദവികൾ, അതാണ് എണ്ണങ്ങൾ എന്ന് പറഞ്ഞത്. ബിഇത്തിബാരി ദിക്രി അർക്കാനിഹി ആ അർക്കാനി തശ്ബീഹി തശ്ബീഹിന്റെ അർക്കാനിനെ പറയലിനെ കണക്കിലെടുക്കൽ കൊണ്ട് വ്യത്യാസം ആയാല്, പദവികളുടെ വ്യത്യാസം അർക്കാനിനെ പറയലിനെ കണക്കിലെടുക്കൽ കൊണ്ടായാലാണ്. അർക്കാനി തശ്ബീഹി കുല്ലിഹ ഔ ബഅദിഹ തശ്ബീഹിന്റെ അർക്കാന് മുഴുവനും പറയുന്ന കണക്കിലെടുക്കൽ കൊണ്ട് ആ വ്യത്യാസമായാൽ, അല്ലെങ്കിൽ അർക്കാനിൽ നിന്ന് ചിലതിനെ പറയലിന് കണക്കിലെടുക്കൽ കൊണ്ട് ആ വ്യത്യാസമായാൽ. അതാണ് നേരത്തെ പറഞ്ഞത്, പദവികളുടെ വ്യത്യാസം പല വിധത്തിലുമുണ്ടാകും. ഇവിടെ പറയുന്നത് അർക്കാനിനെ പറയലിനെ കണക്കിലെടുക്കലുകൊണ്ടും ബഅലുൽ അർക്കാനിനെ ഒഴിവാക്കലിനെ കണക്കിലെടുക്കൽ കൊണ്ടുമാണ്. ഐ ബഅലിൽ അർക്കാനി ഔ ബഅലിഹ കേട്ടോ. പിന്നെ ഫഖൗലുഹു അപ്പോൾ മുസന്നിഫിന്റെ കൗല് ബിഇത്തിബാരി ദിക്രി അർക്കാനിഹി എന്ന് പറഞ്ഞത് മുത്തഅല്ലിഖും ബിൽഇഖ്തിലാഫി, അത് ഇദാകാന ഇഖ്തിലാഫു എന്ന് പറഞ്ഞില്ലേ, ആ ഇഖ്തിലാഫിനോട് ബന്ധിച്ചതാണ്. ആ ഇദാകാന ഇഖ്തിലാഫു എന്നുള്ളത് ശറഹാണത്. അപ്പോ മത്തിനിന്റെ മുത്തഅല്ലഖ് ഇവിടെ ശറഹായി വന്നു, അതവിടെ പറയാനുള്ള കാരണം. ഇദാകാന ഇഖ്തിലാഫു മറാത്തിബി വതഅദ്ദുദുഹ എന്ന് പറഞ്ഞത് മത്തിനല്ല ശറഹാണത് കേട്ടോ. അപ്പൊ ബിഇത്തിബാരി എന്നതിന്റെ മുത്തഅല്ലഖ് ശറഹിനോടാണ് അതിന്റെ മുത്തഅല്ലഖ്. അതെങ്ങനെ അതിനോട് മുത്തഅല്ലഖായി? അതായത് മഹദൂഫിനോടാണെന്ന് അർത്ഥം. ഫഖൗലുഹു ബിഇത്തിബാരി എന്നുള്ളത് മുത്തഅല്ലിഖുൻ ബിൽഇഖ്തിലാഫി, ഇഖ്തിലാഫിനോട് ബന്ധിച്ചതാണ്. എങ്ങനത്തെ ഇഖ്തിലാഫ്? അദ്ദാലി അലൈഹി, ആ ഇഖ്തിലാഫിന്റെ മേൽ അറിയിക്കും സൗഖുൽ കലാമി, കലാമിന്റെ മത്തിനാകുന്ന കലാമിന്റെ നെളുമും അതിന്റെ കോർവയും ഘടനയും അറിയിക്കും. അതിന് മുമ്പ് പറഞ്ഞ എന്താണ്? വഅലാ മറാത്തിബി തശ്ബീഹി, തശ്ബീഹിന്റെ പദവികളിൽ നിന്ന് ഏറ്റവും ഉയർന്നത് എന്നാ. അപ്പൊ തശ്ബീഹിന്റെ പദവികളിൽ നിന്ന് ഏറ്റവും ഉയർന്നത് എന്ന് പറയുമ്പോൾ പദവികളിൽ വ്യത്യാസമുണ്ട് എന്ന് അഅലാ മറാത്തിബി തശ്ബീഹി എന്ന കലാമിൽ നിന്ന് കിട്ടും അല്ലെ. വഅലാ മറാത്തിബി തശ്ബീഹി ഫീ ഖുവ്വത്തിൽ മുബാലഗത്തി, എത്രേ മത്തിനുള്ളൂ? ഫീ ഖുവ്വത്തിൽ മുബാലഗത്തി, അതല്ലേ മത്തിനുള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്? തശ്ബീഹിന്റെ പദവികളിൽ നിന്ന് ഏറ്റവും ഉയർന്നത്. പദവികളിൽ നിന്ന് ഏറ്റവും ഉയർന്നത് എന്ന് പറയുമ്പോൾ പദവികളിൽ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ അഅലാ മറാത്തിബി തശ്ബീഹി എന്ന കലാമിന്റെ സിയാക്ക് അറിയിക്കുന്നുണ്ട്, മറാത്തിബിൽ ഇഖ്തിലാഫ് ഉണ്ട് എന്നറിയിക്കുന്നുണ്ട്. ആ ഇഖ്തിലാഫിനോട് ബന്ധിച്ചതാണ്. കാരണം അന്ന അഅലാ മറാത്തിബി തശ്ബീഹി, തശ്ബീഹിന്റെ പദവികളിൽ നിന്ന് ഏറ്റവും ഉയർന്നത്
ഇന്നമായക്കൂനു ആ ഇല ഉണ്ടാകുന്നത് ബിൻ നദരി ഇല ഇദ്ദത്തി മറാത്തിബി ഇല ഇദ്ദത്തി മറാത്തിബ മുഖ്തലിഫത്തിൽ വ്യത്യാസമായ മർത്തബകളുടെ എണ്ണത്തിലേക്ക് നോക്കിയിട്ടാണല്ലോ. വ്യത്യാസമായ മർത്തബകൾ ഉണ്ടാകുമ്പോഴല്ലേ അയിലയും അതിരയും ഉണ്ടാവുള്ളൂ. എന്നാൽ ഇന്നമ കയ്യത മുസന്നിഫ് കൈത് കൊടുത്തു ബിദാലിക്ക ബിഇത്തിബാരി ദിക്രി അർക്കാനിഹി എന്ന് കൈത് കൊടുത്തത് അർക്കാനിനെ മുഴുവനും പരിഗണനക്കണക്കിലെടുക്കലുകൊണ്ടുള്ള ഇഖ്തിലാഫായാൽ എന്ന് പറഞ്ഞു. അലിബായതിനെ അന്നഖ്തിലാഫൽ മറാത്തിബി മർത്തബകളുടെ വ്യത്യാസങ്ങൾ ഖദിയക്കൂനും ഇഖ്തിലാഫിൽ മുശബ്ബഹ് ബിഹി ചിലപ്പോൾ മുശബ്ബഹ് ബിഹിന്റെ വ്യത്യാസങ്ങളെ കൊണ്ടും ആവാം. ഇവിടെ അതല്ല. ഇവിടെ അർക്കാനിനെ പറയുക ഒഴിവാക്കുക ആ ഈറ്റിബാർ അനുസരിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ആ കൈത് കൊടുക്കാനുള്ള കാരണം. മുശബ്ബഹ് ബിഹിന്റെ വ്യത്യാസങ്ങളെ കൊണ്ടും ആവാം. എന്ത് മർത്തബകളുടെ വ്യത്യാസം. നെഹ്വു സൈദും കല്ലസദി വ സൈദും കദ്ദിബി എന്ന് പറയുക ഫി ശജാഅത്തി. അപ്പൊ സയ്യിദും കല്ലസദി സയ്യിദ് അസദിനെ പോലെയാണ് ഷജാഅത്തില്, സയ്യിദ് ചെന്നായയെ പോലെയാണ് ഷജാഅത്തിൽ. രണ്ട് തശ്ബീഹും വ്യത്യാസമുണ്ട്. ഇവിടെ അസദിനെ മുശബ്ബഹ് ബിഹിനെ ഇഅ്തിബാർ ചെയ്യലുകൊണ്ടാണ് ഖുവ്വത്ത് കൂടുതലുള്ളത്. സയ്യിദുൻ കല്ലസദി ഫി ഷജാഅത്തി അതാണ് മുബാലഗത്ത് കൂടുതലുള്ളത്. ഏതിനേക്കാൾ? സയ്യിദുൻ കദ്ദീബി ഫി ഷജാഅത്തി എന്ന് പറയുന്നതിനേക്കാൾ. കാരണം അസദും ദീബും നോക്കുമ്പോൾ ഷജാഅത്തിൽ ഖനം കൂടിയത് അസദാണ്. അപ്പോൾ സയ്യിദുൻ കല്ലസദി ഫി ഷജാഅത്തിൽ എന്തുണ്ട്? മുബാലഗത്തിന്റെ ഖുവ്വത്തുണ്ട്. അസദിനെ അപേക്ഷിച്ച് ദീബിൽ ഷജാഅത്ത് കുറവാണ്. അപ്പോൾ അതിൽ ളുഅഫും ഉണ്ടാകും. കണ്ടോ? അപ്പൊ മുശബ്ബഹ് ബിഹിന്റെ വ്യത്യാസം കൊണ്ട് മർത്തബകളുടെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഇനി വഖദ് യകൂനു ബിഖ്തിലാഫിൽ അദാത്തി ചിലപ്പോൾ അദാത്തിന്റെ വ്യത്യാസങ്ങളെ കൊണ്ടും എന്തുണ്ടാവാം? മർത്തബകളുടെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഏതുപോലെ? നഹ്വു സയ്യിദും കല്ലസദി കഅന്ന സയ്യിദൻ അൽ അസദു. രണ്ടും വ്യത്യാസമുണ്ട്. സയ്യിദ് അസദിനെ പോലെയാണ്. സയ്യിദിനെ ഞാൻ അസദായിട്ട് മനസ്സിലാക്കുന്നു. ഈ കഅന്ന സയ്യിദൻ അൽ അസദു അതാണ് ശക്തി കൂടുതലുള്ളത്. സയ്യിദ് അസദിനെ പോലെയാണ് എന്ന് പറയുന്നതിനേക്കാൾ മുബാലഗത്ത് കൂടുതലുള്ളത് ഏതിനാണ്? കഅന്ന സയ്യിദൻ അൽ അസദു എന്നാണ്. അവിടെ അദാത്തിന്റെ വ്യത്യാസങ്ങളെ കൊണ്ട് എന്തുണ്ടായി? ഖുവ്വത്ത് ളുഅഫുണ്ടായി കേട്ടോ. അദാത്തിന്റെ സയ്യിദുൻ കല്ലസദി വകഅന്ന സയ്യിദൻ അസദുൻ കണ്ടോ. രണ്ടാമത്തതാണ് ഒന്നാമത്തേനേക്കാൾ അബുലഹ്. ഈ കഅന്ന എന്നുള്ളത് ലന്നിനുള്ളതാണല്ലോ. ഈ ലന്ന് ഇൽമിനോട് കരീബാണ്. അപ്പോൾ അലുന്നു സയ്യിദൻ അസദൻ എന്ന അലുന്നു സയ്യിദൻ അലുന്നു അന്ന സയ്യിദൻ അസദുൻ എന്നാണ് അവിടുത്തെ അർത്ഥം. അലുന്നു അന്ന സയ്യിദൻ അസദുൻ ഞാൻ മനസ്സിലാക്കുന്നു സയ്യിദ് അസദാണ് എന്നാ. അപ്പോൾ അവിടെ ഖുവ്വത്ത് കൂടുതലുണ്ടായി. അവിടെ രണ്ടാമത്തത് ഈ കഅന്ന ഉള്ളതാണ് ഖുവ്വത്ത് കൂടുതലുള്ളത്. അവിടെ എന്താ? അദാത്തിന്റെ വ്യത്യാസങ്ങളെ കൊണ്ടും മർത്തബകളുടെ വ്യത്യാസമുണ്ടായി. ഇനി പറയട്ടെ. വഖദ് യകൂനു ബിഇഖ്തിലാഫിൽ അദാത്തി അത് കഴിഞ്ഞല്ലോ. വഖദ് യകൂനു ബിഇത്തിബാരി ദിക്രിൽ അർക്കാനി കുല്ലിഹാ ചിലപ്പോൾ അർക്കാന് മുഴുവനും പറയുന്ന കണക്കിലെടുക്കൽ കൊണ്ടും ഉണ്ടാവാം. ഔ ബഅലിഹ ലി ബഅലിനെ പറയലുണ്ട്. ബിഅന്നഹു ഇൻ ദുക്റൽ ജമീഉ അർക്കാന് മുഴുവനും പറഞ്ഞാൽ ഫവ അദ്നൽ മറാത്തിബി മർത്തബകളിൽ നിന്ന് ഏറ്റവും താഴ്ന്നതാണ്. വഇൻ ഹുദിഫൽ വജുഹു വൽ അദാത്തു വജുഹു ശബ്ഹും അദാത്തും രണ്ടിനെയും കളഞ്ഞാൽ പിന്നെ
ഇൻ ദുക്കിറൽ ജമീഉ മുഴുവനും പറയപ്പെട്ടാൽ ഫോവ അതിനൽ മറാത്തിബാൻ മർത്തബകളിൽ നിന്ന് ഏറ്റവും താഴ്ന്നതാണ്. വൈനുദിഫൽ വജുഹു വല്ലദാത്തു ഫഅയിലാഹ വജുഹു ശബഹും വദാത്തും രണ്ടും കളഞ്ഞാൽ ഫഅയിലാഹ മർത്തബകളിൽ നിന്ന് ഏറ്റവും ഉയർന്നതാണ്. രണ്ടും കളഞ്ഞു, അദാത്തും കളഞ്ഞു, പിന്നെ വജുഹു ശബഹും കളഞ്ഞു. അവിടെ മുസബ്ബഹിനെ പറയട്ടെ പറയാതിരിക്കട്ടെ. ഇതുപോലെ വജുഹു ശബഹിനെയും കളയുക, അദാത്തിനെയും കളയുക. സെയ്ദുൻ അസദുൻ, അവിടെ വജുഹു ശബഹും കളഞ്ഞു, അദാത്തും കളഞ്ഞു. സെയ്ദ് അസദാണ്. അവിടെ കുവ്വത്ത് കൂടുതലുണ്ടായി. എന്താ വിഷയം? സെയ്ദ് മുസബ്ബഹു ബിഹി തന്നെയാണെന്നുള്ളൊരു വാദം. സെയ്ദ് അസദാണ് എന്നാ പറഞ്ഞത്. അതുപോലെ തന്നെ സെയ്ദ് അസദാണ് എന്ത് വിഷയത്തിൽ നിന്നും പറഞ്ഞിട്ടില്ല. വജുഹു ശബഹിനെ കളഞ്ഞു. ഷജാഅത്തിൽ എന്ന് പറഞ്ഞിട്ടില്ല. അവ എല്ലാ വിഷയത്തിലും എന്നായി. വജുഹു ശബഹിനെ കളഞ്ഞപ്പോൾ പിന്നെ ഏതെല്ലാം വസുഫുകൾ അസദിലുണ്ടോ ആ വസുഫുകളിൽ മുഴുവനും സെയ്ദ് അസദാണ് എന്നാണല്ലോ. അപ്പൊ സെയ്ദുൻ അസദുൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് നിലക്ക് അവിടെ എന്തുണ്ട്? മുബാലകത്തുണ്ട്. ഒന്ന് സെയ്ദ് അസദാണെന്ന് വാദിക്കൽ, മുസബ്ബഹ് ബീന്റെ ഐന് തന്നെയാണെന്ന് വാദിക്കൽ. രണ്ടാമത്തത് അസദിന് എന്തെല്ലാം വസുഫുകളുണ്ടോ ആ വസുഫുകൾ മുഴുവനും സെയ്ദിനുണ്ട്. അപ്പൊ ഷജാഅത്ത് മാത്രമല്ല, അല്ലാത്തതിലും അത് മുസബ്ബഹിനെ പറഞ്ഞു കൊടുത്താണത് സെയ്ദുൻ അസദുൻ. ഇനി മുസബ്ബഹിനെ കളഞ്ഞിട്ട് അസദുൻ എന്ന് പറയുക. ഈ രണ്ടെണ്ണം, ഈ രണ്ട് സൂറത്ത് സെയ്ദുൻ അസദുൻ അല്ലെങ്കിൽ അസദുൻ. അസദുൻ എന്ന് പറയുന്നതാണ് എപ്പോഴാണ്? ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുമ്പോൾ കേട്ടോ. ഇല്ല, അങ്ങനെ അല്ലെങ്കിൽ മുത്തവസിത്താണ്. അതായത് രണ്ടിനെയും കളഞ്ഞിട്ടില്ല. ഒന്നുകിൽ അദാത്തിനെ കളഞ്ഞു, അല്ലെങ്കിൽ വജുഹു ശബഹിനെ കളഞ്ഞു. രണ്ടാൽ ഒന്നേ കളഞ്ഞിട്ടുള്ളൂ, എന്നാൽ മുത്തവസിത്താണ്. വഖത്തവഹമ ബഅ്ളുഹും, അവരിൽ നിന്ന് ചിലർ ഊഹിച്ചു പറഞ്ഞു, ഖൽഖാലി ഇമാം, അന്ന ഖൗലഹു, മുസന്നിഫിന്റെ ഖൗല്, ബിഇത്തിബാരി എന്ന ഖൗല്, ബിഇത്തിബാരി ഇദാ കാന ഇഖ്തിലാഫ് ബിഇത്തിബാരി ദിക്രി അർക്കാനിഹി എന്ന് പറഞ്ഞ ആ ഇഅ്തിബാർ മുതഅല്ലിഖുൻ, അത് ബന്ധിച്ചതാണ് ബി ഖൗലിഹി, മുസന്നിഫിന്റെ ഖൗലിനോട്, ബി ഖുവ്വത്തിൽ മുബാലഗത്തി. അപ്പൊ മുബാലഗത്തിന്റെ കുവ്വത്തിലുള്ള ഇഅ്തിബാർ കൊണ്ട് തശ്ബീഹിലുള്ള മർത്തബകളിൽ നിന്ന് ഏറ്റവും ഉയർന്നത് മുബാലഗത്തിന്റെ കുവ്വത്തിൽ എന്ന് പറഞ്ഞിട്ട് ബിഇത്തിബാരി ദിക്രി അർക്കാനി, അർക്കാനിനെ പറയുന്ന കണക്കിലെടുക്കൽ കൊണ്ടുള്ള കുവ്വത്തില് അങ്ങോട്ടാക്കി. അർക്കാനിനെ പറയുന്ന കണക്കിലെടുക്കൽ കൊണ്ടുള്ള കുവ്വത്തിൽ എന്ന് മുതഅല്ലഖ് കുവ്വത്തിനോടാക്കി. എന്നിട്ട് ഇത്തറല്ല, അദ്ദേഹം തന്നെ ഇത്തിറാലാക്കി അലൈഹി, ആ അഭിപ്രായത്തിനനുസരിച്ച് മൂപ്പർ പറഞ്ഞ ആ തെർക്കീബ് അനുസരിച്ച് ഇത്തിറാലാക്കി. അന്നഹു ലാ ഖുവ്വത ലിൽ മുബാലഗത്തി, മുബാലഗത്തിന് കുവ്വത്തില്ലല്ലോ. ഇന്ദ ദിക്രി ജമീഉൽ അർക്കാനി, ജമീഉൽ അർക്കാനിനെ പറയുന്ന സമയത്ത് മുബാലഗത്തിന് കുവ്വത്തില്ലല്ലോ എന്ന് ഇഷ്കാലുമാക്കി. ഇഷ്കാലാക്കാൻ കാരണം മൂപ്പർ തന്നെ അങ്ങോട്ട് തെർക്കീബ് വെച്ച് തഅല്ലുഖ് കുവ്വത്തിനോട് വെച്ചു. അപ്പോ മുബാലഗത്തിലുള്ള കുവ്വത്തിൽ, മുബാലഗത്തിന്റെ കുവ്വത്തിലുള്ള തശ്ബീഹിന്റെ പദവികളിൽ നിന്ന് ഏറ്റവും ഉയർന്നത് ബിഇത്തിബാരി ദിക്രി അർക്കാനിഹി, അർക്കാനിനെ പറയലിനെ കണക്കിലെടുക്കൽ കൊണ്ടുള്ള കുവ്വത്ത്. അർക്കാനിനെ എന്നിട്ട് ബിഇത്തിബാരിന്റെ തഅല്ലുഖ് കുവ്വത്തി എന്നതിനോട് വെച്ചിട്ട് മൂപ്പര് ഇഷ്കാലാക്കി. എല്ലാ അർക്കാനിനെയും പറയുമ്പോൾ കുവ്വത്തില്ലല്ലോ എന്നാ അങ്ങോട്ട് വെക്കണ്ട വെച്ചാ പോരെ. നമ്മൾ പറഞ്ഞെന്താണ്? ഷാരി പറഞ്ഞത് ബിഇത്തിബാരി എന്നുള്ളത് മുതഅല്ലിഖുൻ ബിൽഇഖ്തിലാഫി അദ്ദാലി അലൈഹി സൗഖുൽ കലാം, കലാമിന്റെ ഘടന അറിയിക്കുന്ന ഒരു മഹ്ദൂഫായ ഇഖ്തിലാഫിനോടാണ് മുതഅല്ലഖ് എന്ന, ഇഖ്തിലാഫാണ് മുതഅല്ലഖ് എന്നാണ് ഷാരി പറഞ്ഞത്. മർത്തബകളുടെ തശ്ബീഹിലുള്ള പദവികളിൽ നിന്ന് ഏറ്റവും ഉയർന്നത്. അപ്പൊ പദവികളിൽ അയലയാവണമെങ്കിൽ പലതരം പദവികളിൽ വ്യത്യാസം ഉണ്ടാവണം എന്ന് അതിൽ നിന്ന് കിട്ടി.
അപ്പോ അയില മറാത്തിബി തശ്ബീഹി അറിയിക്കുന്ന ഒരു ഇഖ്തിലാഫിനോടാണ് ഇതിന്റെ ബന്ധം എന്ന് മനസ്സിലായി ശാരിഹി വിവരിച്ചു. പിന്നെ ഫല്ലഅല ഏറ്റവും അയലയാകുന്നത് അല ഹദിഫി വജിഹിഹി വ അദാത്തിഹി ഖത്ത് ഫഖത്ത് വജുഹു സബയിലെയും അദാത്തു തശ്ബീഹിനെയും കളയലിന്റെ മേലിലാണ് ഫഖത്ത്. അത് രണ്ടും മാത്രം കളഞ്ഞാൽ അയില അയിലയായി. ഐ ബിദൂനി ഹദിഫിൽ മുശബ്ബഹി മുശബ്ബഹിനെ കളയലിനെ കൂടാതെ നെഹ്വു സൈദുൻ അസദുൻ സൈദ് അസദാണ്. ഔ മാ ഹദിഫിൽ മുശബ്ബഹി അലി മുശബ്ബഹിനെ കളയലോട് കൂടെ നെഹ്വു അസദുൻ എന്ന് പറയും പോലെ. അപ്പൊ മുശബ്ബഹിനെ കളയലോ കളയാതിരിക്കലോ അതുകൊണ്ട് ഖുവ്വത്തു ദുഅഫ് ബാധകമല്ല. എവിടെയാണ് അസദുൻ എന്ന് പറയല്? എവിടെ? ഏത് സ്ഥലത്ത്? എല്ലാ സ്ഥലത്തുമല്ല. ഫി മക്കാമിൽ ഇഖ്ബാരി അൻ സൈദിൻ സൈദിനെ തൊട്ട് അസദ് കൊണ്ട് ഇഖ്ബാർ ചെയ്യുന്ന മക്കാമിൽ. സൈദിനെ തൊട്ട് അസദ് കൊണ്ട് ഇഖ്ബാർ ചെയ്യുന്ന മക്കാമിൽ, അതായത് അസദുൻ എന്നുള്ളത് സയ്യിദ് എന്ന മൂത്താന്റെ ഖബറായിട്ട് വരുന്ന മക്കാമിലാണ് ഈ മുശബ്ബഹിനെ കളിയൽ എന്നത് പ്രായോഗികമാവുകയുള്ളൂ. അപ്പോൾ ഇസ്തിആറത്ത് പുറപ്പെട്ടു. റഅയ്തു അസദൻ, ഞാനൊരു അസദിനെ കണ്ടു. അവിടെ അസദ് എന്ന പ്രയോഗം സയ്യിദിനെ തൊട്ട് മുഖ്ബർ ബിഹി ആയി എന്ന രൂപത്തിലല്ല കേട്ടോ. അപ്പോൾ സയ്യിദ് മുഖ്ബർ അൻഹു അസദ് മുഖ്ബർ ബിഹി ആയിട്ട് പ്രയോഗിക്കുന്ന കലാമിലാണ് ഈ പറഞ്ഞത്. ഈ രണ്ടെണ്ണം അപ്പോ സയ്യിദുൻ അസദുൻ എന്ന് പറഞ്ഞതും വെറും അസദുൻ എന്ന് പറഞ്ഞതും അഅല മറാത്തിബു തശ്ബീഹാണ്, ഏറ്റവും ഉന്നത പദവിയിലുള്ളതാണ്. അപ്പൊ രണ്ട് ഖുവ്വത്തുണ്ട് അവിടെ. ഇവിടെ സയ്യിദുൻ അസദുൻ എന്ന് പറഞ്ഞു കൊടുത്ത് മുശബ്ബഹ് ബിന്റെ ഐന് തന്നെയാണെന്നുള്ള വാദം ഉണ്ട്. മറ്റൊന്ന് വജുഹുസബിനെ കളഞ്ഞത് കൊണ്ട് അസദിന് എന്തെല്ലാം ഔസാഫുകളുണ്ടോ ആ ഔസാഫ് മുഴുവനും സയ്യിദിനുണ്ട് എന്നും മനസ്സിലായല്ലോ. അപ്പൊ രണ്ട് നിലക്ക് ഇവിടെ ഖുവ്വത്ത് ഉണ്ട്. സുമ്മൽ അഅല, പിന്നെ അഅല ബഅദ ഹാദിഹിൽ മർത്തബത്തി, ഈ മർത്തബയുടെ ശേഷം. അപ്പൊ രണ്ട് സൂറത്താണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് മുശബ്ബഹിനെ പറഞ്ഞത്, മുശബ്ബഹിനെ കളഞ്ഞതും. രണ്ട് സ്ഥലത്തും വജൂഹുശബ്ബും അദാത്തും കളഞ്ഞു. അതായത് സയ്യിദുൻ അസദുൻ അല്ലെങ്കിൽ വെറും അസദുൻ. സുമ്മൽ അഅല ബഅദ ഹാദിഹിൽ മർത്തബത്തി, ഈ മർത്തബയുടെ ശേഷമുള്ള അഅല ഹദ്ഫു അഹദിഹിമ, രണ്ടാൾ ഒന്നിനെ കളയിലാണ്. ഐ വജു ഹദ്ഫു അഹദിഹിമ ഐ വജിഹിഹി വ അദാത്തിഹി. വാവിന് ഔവിന്റെ വായന. വജുഹുശബിനെ കളയുക അല്ലെങ്കിൽ അദാത്തിനെ കളയുക. ഔ അദാത്തിഹി എന്നാ നല്ലത്, അല്ലെങ്കിൽ വാവിന് ഔവിന്റെ വായന കൊടുക്കണം. കദാലിക അപ്രകാരം ഐ ഫക്കത്ത്, അത് രണ്ടിൽ നിന്ന് ഒന്നിനെ മാത്രം, അല്ലെങ്കിൽ ഔ മആദിഫിൽ മുശബ്ബഹി, മുശബ്ബഹിനെ കളയിലോട് കൂടെ. അത് രണ്ടിൽ നിന്ന് ഒന്നിനെ മാത്രം. ഹദ്ഫു അഹദിഹിമ ഐ വജിഹിഹി ഔ അദാത്തിഹി കദാലിക എന്ന് പറഞ്ഞാൽ ഐ ഫക്കത്ത്, അത് രണ്ടിൽ നിന്ന് ഒന്ന് മാത്രം കളയുക. ഐ ഫക്കത്ത്, അല്ലെങ്കിൽ ഔ മഅ ഹദ്ഫിൽ മുശബ്ബഹി, മുശബ്ബഹിനെ കളയിലോട് കൂടെ. അപ്പോൾ മുശബ്ബഹിനെ കളയൽ, മുശബ്ബഹിനെ കളയാതിരിക്കൽ അത് പ്രശ്നമല്ല. ഇവിടെ 4 സൂറത്ത് വരും. ഏതാ 4 സൂറത്ത്? വജുഹുശബഹിനെ മാത്രം കളയുന്നോടത്ത് 2 സൂറത്ത്, മുശബ്ബഹിനെ കളഞ്ഞിട്ടും കളയാതെയും. അല്ലെങ്കിൽ അദാത്തിനെ മാത്രം കളയുന്നോടത്ത് 2 സൂറത്തും, മുശബ്ബഹിനെ കളഞ്ഞിട്ടും കളയാതെയും. ഈ 4 സൂറത്തും മുത്തവസ്സിത്താണ്. കണ്ടോ?
നഹ്വു സെയ്ദും കല്ലസദി, സെയ്ദ് അസദിനെ പോലെയാണ്. സെയ്ദും കല്ലസദി, അവിടെ വജുഹു ശബഹിനെ കളഞ്ഞു. അപ്പോ വജുഹു ശബഹിൽ ഉമൂമിയത്തുണ്ട് എന്ന ഒരു രൂപത്തിൽ അതിന് ഖുവ്വത്തുണ്ട്. സെയ്ദ് അസദിനെ പോലെയാണ് എല്ലാ വിഷയത്തിലും, ആ നിലക്ക് മുബാലകത്തുണ്ടല്ലോ. ഇവിടെ എന്താണ്, വജുഹു ശബഹിനെ മാത്രമാണ് കളഞ്ഞത്. ഓ നഹ്വു കല്ലസദി എന്ന് പറയാം, സെയ്ദ് അസദിനെ പോലെയാണ്. അവിടെ മുസബ്ബഹിനെ കളഞ്ഞു. എപ്പോഴാണ് കല്ലസദി എന്ന് പറയല്? ഇന്ദൽ ഇഖ്ബാരി അൻ സെയ്ദിൻ, സെയ്ദിനെ തൊട്ട് ഖബർ പറയുന്ന മക്കാമില്. അതായത് ഈ കല്ലസദി എന്നുള്ളത് സെയ്ദ് എന്ന മുസബ്ബഹിന്റെ ഖബറായിട്ട് വരുന്ന സ്ഥലത്താണ് ആ പറഞ്ഞത്. ഫിശ്ശജാഅത്തി സെയ്ദുൻ അസദും ഫിശ്ശജാഅത്തി വനഹ്വു അസദും ഫിശ്ശജാഅത്തി. അപ്പൊ 4 ഉദാഹരണം പറഞ്ഞല്ലോ. വജുഹു ശബഹിനെ കളഞ്ഞു കൊടുത്ത 2 ഉദാഹരണം. സെയ്ദുൻ കല്ലസദി, ഒന്ന് കല്ലസദി. ഇനി അദാത്തിനെ കളഞ്ഞു വജുഹു ശബഹിനെ പറഞ്ഞു കൊടുത്ത 2 ഉദാഹരണം. അസദുൻ ഫിഷ്, അദാത്തിനെ കളഞ്ഞു. അസദും ഫിഷ് ഷജാഅത്തി, സെയ്ദുൻ അസദും ഫിഷ് ഷജാഅത്തി 1, അസദും ഫിഷ് ഷജാഅത്തി. വലാ ഖുവ്വത്ത ലിഗൈരിഹ. അപ്പൊ ഇവിടെ രണ്ടാമത്തെ അയില, അതിൽ 4 സൂറത്തുണ്ട്. അപ്പോൾ ഏറ്റവും അയില 2 സൂറത്ത്, മുത്തവസിത്ത് 4, 4ഉം 2ഉം 6 ആയി. ഇനി വലാ ഖുവ്വത്ത ലിഗൈരിഹ, ഈ പറഞ്ഞ 6 സൂറത്ത് അല്ലാത്തതിന് ഖുവ്വത്തില്ല. ഒഹുമൽ ഇസ്നാനി, 2 എണ്ണമാണ്. അൽ ബാക്കിയാനി, ബാക്കിയുള്ള 2 എണ്ണമാണ്. ഏതാണ് ബാക്കിയുള്ള 2 എണ്ണം? അഇനി ദിക്റൽ അദാത്തി വൽ വജ്ഹി ജമീആ. അദാത്തും വജ്ഹു ശബ്ഹും പറയല്, അത് അവിടെ 2 സൂറത്തുണ്ട്. അത് ഇമ്മാമ ദിക്റിൽ മുശബ്ബഹി, ഒന്നുകിൽ മുശബ്ബഹിനെ പറയലോട് കൂടാവി ദൂരിഹി, അല്ലെങ്കിൽ മുശബ്ബഹിനെ പറയല് കൂടാതെ. നഹ്വു സെയ്ദും കല്ലസദി ഫി ഷജാഅത്തി, എല്ലാ അർക്കാനും അവിടെ ഉണ്ട്. സെയ്ദ് ഉണ്ട്, മുശബ്ബഹുണ്ട്, മുശബ്ബഹ് ബിഹി ഉണ്ട്, അദാത്തു തശ്ബീഹ് ഉണ്ട്, വജുഹു ശബ്ഹ് ഉണ്ട്. വനഹ്വു കല്ലസദി ഫി ഷജാഅത്തി എന്ന് പറയും പോലെ അവിടെ മുശബ്ബഹിനെ കളഞ്ഞു. ഖബർ എണ്ണം സെയ്ദിൻ, സെയ്ദിനെ തൊട്ട് ഖബറായിട്ട്. ഓ ബയാനു ദാലിക, ഈ പറഞ്ഞതിന്റെ ബയാനാകുന്നത്. വലാ ഖുവ്വത്ത ലിഗൈരിഹാ വബയാനു ദാലിക, ഐ ബയാനു അന്നൽ അഇല, ഏറ്റവും അഇല അദ്ഫുൽ വജ്ഹി വൽ അദാത്തി. ഏറ്റവും അഇല വജ്ഹിനെയും അഇലയെയും, വജ്ഹിനെയും വജ്ഹു ശബഹിനെയും അദാത്തിനെയും കളയിലാണ്. സുമ്മ ഹദ്ഫു അഹദിഹിമ, പിന്നെ 2 കളയിലാണ്. വന്നുഹു ലാ ഖുവ്വത്ത ലിഗൈരിഹിമ, അത് 2ഉം അല്ലാത്തതിന് ഖുവ്വത്തില്ല എന്ന് പറഞ്ഞല്ലോ, അതിന്റെ ബയാന്. അപ്പോൾ ബയാനു ദാലിക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഏറ്റവും അഇല വജ്ഹു ശബ്ഹും അദാത്തും കളയലാണെന്നും, അവിടെയൊക്കെ മുശബ്ബഹിനെ കളയാതിരിക്കട്ടെ. രണ്ടാമത്തത് തൊട്ടടുത്തത് 2 കളയലാണെന്നും, എല്ലാം പറഞ്ഞതിന് എന്തില്ല, ഖുവ്വത്തില്ല എന്ന് പറഞ്ഞതിന്റെ ബയാൻ. അന്നൽ ഖുവ്വത്ത, തീർച്ചയായിട്ടും ഖുവ്വത്ത് ഇമ്മാബി ഉമൂമി വജ്ഹു ശബഹി, വജ്ഹു ശബഹിന്റെ ഉമൂമിയത്ത് കൊണ്ടാണ്. ലാഹിറിൽ ആമാബിൽ കൊണ്ട് വജ്ഹു ശബഹിനെ കളഞ്ഞാൽ എന്തായി? ലാഹിറിൽ എന്തായി? ഇവിടെ സെയ്ദും കൽ അസദി എന്ന് പറഞ്ഞു, സെയ്ദ് അസദിനെ പോലെയാണ്. അപ്പോ അവിടെ ലാഹിർ എന്താണ്? മുത്തക്കല്ലിമിന്റെ മഖ്സൂദ് ശജാഅത്തായിരിക്കും, അല്ലെങ്കിൽ മറ്റൊന്നായിരിക്കും, എന്തോ ആവട്ടെ. കലാമിൽ ഫി ശജാഅത്ത് ഇല്ലാത്തത് കൊണ്ട് സെയ്ദ് അസദിനെ പോലെയാണ് അസദിന്റെ എല്ലാ വിഷയത്തിൽ എന്നാണല്ലോ അതിന്റെ ലാഹിർ. അപ്പൊ ലാഹിർ അനുസരിച്ച് വജൂഹു ശബഹിലെ ഉമൂമിയത്ത് കൊണ്ടാണ്. അത് വജൂഹു ശബഹിനെ കളഞ്ഞു കൊടുത്താണത്. ഔ ബി ഹംലിൽ മുശബ്ബഹി ബിഹി അലൽ മുശബ്ബഹി, അല്ലെങ്കിൽ മുശബ്ബഹ് ബീനെ മുശബ്ബഹിന്റെ മേൽ ഹംലി ചെയ്ത് കൊണ്ടിട്ടാണ്. അത് അദാത്തിനെ കളഞ്ഞു കൊടുത്തത് സെയ്ദുൻ അസദുൻ. അപ്പൊ അദാത്തും വജൂഹു ശബഹിനെ കളഞ്ഞാൽ ഖുവ്വത്ത് കൂടും. 2 കളഞ്ഞ കൊടുത്ത് എന്തുണ്ട്? മുശബ്ബഹ് ബീനെ മുശബ്ബഹിന്റെ മേൽ ഹംലി ചെയ്യലുമുണ്ട്, വജൂഹു ശബഹിൽ ഉമൂമിയത്തുമുണ്ട്. ബി അന്നഹു ഹുവ ഹുവാൻ, മുശബ്ബഹ് ബി തന്നെയാണ്.
ഫമസ്തമലാലൽ വജിഹിനി രണ്ട് വജിഹിന്റെ മേൽ ഉൾക്കൊണ്ടത് ജമീഅൻ രണ്ടിന്റെ മേലിലും ഫഹുവ ഫീ ഗായത്തിൽ ഖുവ്വത്തിന്റെ അങ്ങേയറ്റത്തിലാണ്. വജുഹു ശബഹും കളഞ്ഞു, അതുപോലെ തന്നെ അദാത്തും കളഞ്ഞു. അദാത്ത് കളഞ്ഞു കൊടുത്ത് മുശബ്ബഹ് ബിഹിന്റെ ഐന് തന്നെയാണെന്ന് വാദിക്കലുണ്ട്. പിന്നെ വജുഹു ശബഹിൽ ഉമൂമിയത്തുമുണ്ട്. അതാണ് രണ്ട് വജിഹിന്റെ മേൽ ഉൾക്കൊണ്ട ഒന്ന്, അതായത് അദാത്തിനെയും വജുഹു ശബഹിനെയും കളഞ്ഞത് ഫഹുവ ഫീ ഗായത്തിൽ ഖുവ്വത്തിന്റെ അങ്ങേയറ്റത്തിലാണ്. ഒമാ ഖല അന്നുമാ രണ്ടിനെ തൊട്ട് ഒഴിവായത് അദാത്തിനെയും കളഞ്ഞിട്ടില്ല, വജുഹു ശബഹിനെയും കളഞ്ഞിട്ടില്ല, രണ്ടിനെയും കളഞ്ഞിട്ടില്ല, രണ്ടും പറഞ്ഞു ഫലാ ഖുവ്വത്തലോ ഒരു ഖുവ്വത്ത് തന്നെ ഇല്ല. ഒമസ്തമലാല അഹദീമാ രണ്ടാൽ ഒന്നിന്റെ മേൽ ചുറ്റിയത്, അതായത് ഒന്നിനെ കളഞ്ഞു, ഒന്നിരികിൽ അദാത്ത് മാത്രം പറഞ്ഞു, വജുഹു ശബഹിനെ കളഞ്ഞു, അലി വജുഹു ശബഹിനെ മാത്രം പറഞ്ഞു, അദാത്തിനെ കളഞ്ഞു. ഫഖത്ത് ഫഹുവ മുത്തവസ്സിത്തുൻ, അത് മുത്തവസ്സിത്താണ്. വല്ലാഹു അഅലം. ഇൻഷാ അല്ലാഹ്.